കരിങ്കൊടിയെ ഭയമാണെങ്കിൽ രാജിവെച്ച് പോകണോ? നാണം കെട്ടവനെ തന്തയ്ക്ക് പറക്കാത്തവൻ രാജിവെച്ച് പോകണം. കേസെടുക്കാനാണെങ്കിൽ സർക്കാർ കേസെടുക്കട്ടെ. പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കട്ടെ. അല്ലെങ്കിൽ CPM ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണെന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ പ്രയോറിറ്റി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കുടിവെള്ളമാണ്, അവന്റെ പാർപ്പിടമാണ്, അവന്റെ ജോലിയാണ്, അവന്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവന് വേണ്ടിയിട്ടുള്ള അവകാശമാണ്, സമരമാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ പിരിച്ചിട്ട് നൽകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്റെ ഭാര്യയും മക്കളും നിന്നെപ്പോലെ ഈ നാട്ടിൽ ഞങ്ങളിൽ നിന്നും നികുതി പിരിച്ച് നീയൊക്കെ തിന്ന് കുടിച്ച് നടക്കുന്നത് ഈ നാട്ടിലെ നിങ്ങൾ 1000-2000 പോലീസുകാരെ വെച്ച് ഈ സമരത്തെ നേരിടാമെന്ന് വെച്ചാൽ ഒന്ന് മോള് ആലുവ SP എറണാകുളം DIG നീയൊക്കെ കാണാത്ത സമരം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ കോൺഗ്രസിനും പാർട്ടി ഓഫീസിനും സംരക്ഷണം നൽകാൻ ഞങ്ങളുടെ ആമ്പിള്ളേരുണ്ട്. ഞങ്ങളെ നെഞ്ചുവിരിച്ച് നിന്നാൽ മതി. നമസ്കാരം. മുഹമ്മദ് ഷിയാസ്, എറണാകുളം DCC പ്രസിഡന്റ്. കേരളത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും സുപരിചിതമാണ്. അദ്ദേഹം ഒരു പോരാട്ട നായകനാണ്. പിണറായി വിജയന്റെ കാടത്ത ഭരണത്തിനെതിരെ ഏറ്റവും ശക്തമായ രൂപത്തിൽ കേരളത്തിൽ ആഞ്ഞടിച്ചിട്ടുള്ള DCC പ്രസിഡന്റാണ്. എറണാകുളത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്നും ശക്തമായ അടിത്തറയുള്ള കോൺഗ്രസ് ആണെങ്കിൽ പല സ്ഥലത്തും അതെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. എന്നാൽ മുഹമ്മദ് ഷിയാസ് വന്ന ശേഷം ധീരമായ പോരാട്ടത്തിലൂടെ സമൂഹത്തിലെ അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും പിണറായി വിജയന്റെ കാടത്ത ഭരണത്തിനെതിരെയും ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടുള്ള സമരങ്ങളാണ് എറണാകുളത്ത് നടന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ 4 കേസുകളാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് എടുത്തത്. രാത്രി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരു കൂട്ടം പോലീസുകാർ വലിച്ചഴിച്ചു കൊണ്ടുപോവുകയായിരുന്നു. കോടതി ജാമ്യം കൊടുത്ത് അതിൻ്റെ അടുത്ത ഇടക്കാല ജാമ്യം കൊടുത്ത് അതിനുശേഷം പൂർണ്ണമായി ജാമ്യം എടുക്കാൻ വേണ്ടി കോടതിയിലെത്തിയ അദ്ദേഹം ഇന്ന് കോടതി വാദങ്ങളെല്ലാം കേട്ട് പോലീസിൻ്റെ വാദങ്ങളെല്ലാം തള്ളി ജാമ്യം കൊടുക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിൽ പുറത്തിറങ്ങാൻ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കാൻ ശ്രമിച്ചത്. DYSPയെ ആക്രമിച്ചോ എന്ന് പറയുന്ന കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും കാണാതെ കോടതിക്കുള്ളിൽ ഓടിക്കയറുകയും വീണ്ടും ജാമ്യം അദ്ദേഹത്തിന് കിട്ടി. ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹത്തിനെതിരെ ഒരു കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ക്രൈമിന് നൽകിയ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. പോരാട്ട നായകനായ മുഹമ്മദ് ഷിയാസിൻ്റെ ഇൻ്റർവ്യൂ വളരെ പ്രസക്തമുള്ളതാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് പൂർണ്ണമായി ആ ഇൻ്റർവ്യൂ കേൾക്കാം. ലോക്സഭാ ഇലക്ഷൻ പടിവാതിലെത്തിയിരിക്കുകയാണ്. ഏത് സമയത്തും ഇലക്ഷൻ പ്രഖ്യാപിക്കാം. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായ എറണാകുളം ജില്ലയുടെ DCC പ്രസിഡന്റ്, കേരളത്തിൽ അറിയപ്പെടുന്ന തീപ്പൊരി പ്രസംഗികൻ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹമാണ് മുഹമ്മദ് ഷിയാസ്. നമസ്കാരം. അതായത് താങ്കളെ അറിയപ്പെടുന്നത് പോലീസിനോട് ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ പിണറായിയോട് ഏറ്റുമുട്ടുന്ന കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ തീപ്പൊരി നേതാവ് എന്നാണ്. ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് നേതാക്കന്മാർക്ക് അത്ര ശൗര്യമൊന്നും കാണാറില്ല. താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയും ശൗര്യത്തോടെ ഈ പോരാട്ടം നടത്തുന്നത്? ഞങ്ങൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ആളുകളാണ്. സ്വാഭാവികമായും സമൂഹത്തിലുണ്ടാകുന്ന അനീതിക്കെതിരായിട്ട് ശക്തമായി വിരൽ ചൂണ്ടി സംസാരിക്കാൻ കഴിയാവുന്ന നേതൃത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒക്കെ വിഷമം കാണുമ്പോൾ, ബുദ്ധിമുട്ട് കാണുമ്പോൾ അധികാരികളായിട്ടുള്ള ആളുകൾ ജനങ്ങൾക്കെതിരായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രതികരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അത് അതിനെ നമ്മളത് വൈകാരിക തലത്തിൽ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്. രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയിട്ടാണ് പൊതുപ്രവർത്തനം നടത്തുന്നത്,
അല്ലെങ്കിൽ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയാനും പ്രതികരിക്കാനും കഴിയാവുന്ന നേതൃത്വം ഇല്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അരാഷ്ട്രീയവാദികൾക്ക് ഇടം കൊടുക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഏത് കാര്യത്തിലാണെങ്കിലും പറയേണ്ട ആളുകളെ മുഖത്ത് നോക്കി അത് ചങ്കുറ്റത്തോടെ വിളിച്ചു പറയാനുള്ള ലീഡർഷിപ്പ് നമുക്കുണ്ടാകണം. അത്തരത്തിലായിരിക്കണം നമ്മുടെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ വളരെ സജീവമായി നിൽക്കുന്നത്. ഇവിടെ കോൺഗ്രസിനും പാർട്ടി ഓഫീസിനും സംരക്ഷണം നൽകാൻ ഞങ്ങളെ ആമ്പിള്ളേരുണ്ട്. ഞങ്ങളെ നെഞ്ചു വിരിച്ച് നിന്നാ മതി കേട്ടാ. ഇവിടെ ഒരു ഓഫീസും ഉണ്ടാവൂല. പോയിക്കോ. ഈ ഓഫീസിന് മുമ്പിലൊന്നും പോലീസൊന്നും വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം കാര്യങ്ങൾ. അതെ, DCC ഓഫീസിന് മുന്നിൽ പോലീസിനോട് നിങ്ങളെ സഹായം വേണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങളെ പ്രവർത്തകരുണ്ടെന്ന് തൻ്റെ അടുത്തോടുകൂടി നെഞ്ചു വിരിച്ച് പറഞ്ഞിട്ടുള്ള ഒരാളാണ് താങ്കൾ. അങ്ങനെ പോലീസിനോട് നെഞ്ചു വിരിച്ച് പറയാനുള്ള ആ തൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത്? എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ മറ്റേത് രാഷ്ട്രീയ പ്രവർത്തകരെക്കാട്ടിയും വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ അത്തരത്തിൽ അവരുടെയൊക്കെ സംരക്ഷണയോടുകൂടി നിൽക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി ഓഫീസിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമാണ്. പോലീസിൻ്റെ സംരക്ഷണമൊന്നും നമുക്ക് ആവശ്യമില്ല. SFIയുടെയോ DYFIയുടെയോ CPMൻ്റെ തെമ്മാടിക്കൂട്ടങ്ങൾ വന്ന് ഓഫീസ് ആക്രമിച്ചു കളയാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും എറണാകുളത്ത് നടപ്പിലാകില്ല. അതിന് പോലീസിൻ്റെ സംരക്ഷണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ ലീഡർഷിപ്പും ഞങ്ങളുടെ പ്രവർത്തകരും അതിനുള്ള സംരക്ഷണം ഒരുക്കും. ആ ഒരു ഉത്തമ വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പോലീസിനോട് പറഞ്ഞത്. പോലീസ് നോക്കി നിൽക്കുകയാണ്. അർദ്ധരാത്രി ഏകദേശം 3 മണിക്ക് ശേഷമാണ്, എല്ലാവരും ഓഫീസിൽ നിന്ന് പോയതിനു ശേഷമാണ് ഓഫീസിൽ വന്ന് SFI DYFI നേതാക്കന്മാർ അതിക്രമം നടത്തിയ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ്. ഞങ്ങളുടെ CCTV ക്യാമറയിൽ അത് വളരെ കൃത്യമായിട്ടുണ്ട്. അത് തടയേണ്ട പോലീസ് അത് തടയാതെ നിൽക്കുകയും പകൽ സമയത്ത് ഓഫീസിന് കാവൽ നിൽക്കുകയും ചെയ്യുന്ന നടപടി അത് ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കളിപ്പിക്കുന്ന പോലീസൊന്നും എറണാകുളത്ത് വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്, പോലീസിൻ്റെ ഒന്നും സംരക്ഷണം ആവശ്യമില്ല. അതായത് താങ്കളുടെ സ്റ്റൈൽ ഏറ്റുമുട്ടാനാണ്, ഞങ്ങൾ ഏറ്റുമുട്ടാൻ റെഡിയാണ്, ഞങ്ങളെ അല്ലാതെ തകർക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് സ്റ്റൈൽ എടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ല, സ്വാഭാവികമായി ഇതൊരു വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. കോൺഗ്രസ് രണ്ടാമതും പ്രതിപക്ഷത്താണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ മറ്റ് അധികാരികളെയും ഒക്കെ രാഷ്ട്രീയപരമായി ഭരിക്കാൻ നിൽക്കുന്ന CPM ഇടതുപക്ഷവുമാണ്. സ്വാഭാവികമായിട്ട് ഒരു 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും പാർട്ടി നേതാക്കന്മാർക്ക് വഴങ്ങിക്കൊടുത്ത് അവർ പറയുന്നത് പോലെ കേട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും CPM പോലുള്ളൊരു പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ അത് വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. നീതി തേടി ചെല്ലുന്നവരെ അവരെ പിടിച്ചകത്താക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും അവരെ കുറ്റക്കാരാക്കുകയും ചെയ്യുന്ന സമീപകാല സാമൂഹിക സാഹചര്യം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പോലീസിൻ്റെ അതിക്രമങ്ങൾ കണ്ടിട്ടുണ്ട്. പാർട്ടി നേതാക്കന്മാരുടെ സംരക്ഷണയോടുകൂടി, മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ പോലും ഈ നവകേരള സദസ്സിനെതിരായി നടന്ന പ്രതിഷേധത്തെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമം നടത്തി. സ്വാഭാവികമായും അത്തരത്തിൽ നമുക്ക് അതിനെ നേരിടേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ആരെയും നേരിടാൻ നമുക്ക് കഴിയണം. അതിനകത്തേക്ക് മനസ്സ് നമുക്ക് മാറും. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചിന്തയാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നമ്മളെ സംരക്ഷിക്കാൻ നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? ആ ഒരു ബോധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതാത് കാലഘട്ടങ്ങളിലെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്, ഒരു പാർട്ടിക്ക് മാത്രം ബാധകമല്ല. അല്ലെങ്കിൽ ആ നിയമങ്ങൾ വെച്ച് മറ്റുള്ള ആളുകളെ ശരിയാക്കി കളയാം എന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടപ്പിലാകുന്ന ഒരു നാടല്ല നമ്മുടെ നാട്. അതിനെ ചോദ്യം ചെയ്യാൻ ആളുണ്ടാകുമെന്നുള്ള ആ ഒരു മനസ്സാണ് ഞങ്ങളുടെ മനസ്സിൽ. ഈ നിലപാട് എറണാകുളം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർക്ക് എത്രമാത്രം ആവേശമുണ്ടാക്കിയിട്ടുണ്ട്? ഒരു DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ പാർട്ടിയുടെ നിലപാടുകളും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം. ഒന്ന് നവമാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് ഏത് രീതിയിലാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടാനും അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ജനങ്ങൾ മനസ്സിലാക്കിയതെന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും തട്ടിപ്പ് കാണിച്ചോ അല്ലെങ്കിൽ മറ്റേത് കാണിച്ചോ ഒന്നും നമുക്ക് പോകാൻ സാധിക്കില്ല. നമ്മൾ വളരെ ആത്മാർത്ഥമായി സിൻസിയറായി അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. സ്വാഭാവികമായും അത്തരത്തിൽ നിൽക്കാവുന്ന ഒരു സാഹചര്യത്തിൽ വേണം ലീഡർഷിപ്പ് എന്നുള്ളതാണ് വിദ്യാർത്ഥി യുവജന കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ ഉയർത്തിയ രാഷ്ട്രീയ ചിന്താഗതി അതാണ്. അപ്പോൾ നമ്മളൊരു DCC പ്രസിഡൻ്റായി ചുമതലയേൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രവർത്തനം നടത്തുമ്പോൾ അത്തരത്തിലായിരിക്കണം എൻ്റെ ലീഡർഷിപ്പ് എന്നുള്ളത് എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതായത് എറണാകുളത്തെ പൊതു പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ മുഹമ്മദ് ഷിയാസിൻ്റെ സാന്നിധ്യം വ്യക്തമാണ്. അവിടെയുള്ള MLA-മാരോ MP-മാരോ മാത്രമല്ല, താങ്കൾ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മറ്റു ജില്ലകളിലൊന്നും കാണാത്തൊരു പ്രത്യേകതയാണ്. ഈ ആർജവത്വം താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എറണാകുളം ജില്ലയിൽ ഞങ്ങൾക്ക് MP-മാരും MLA-മാരും ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാരുമുണ്ട്. എല്ലാവരുമായി ഒരുമിച്ച് ചേർന്ന് ഓരോ വിഷയങ്ങളിലും ഞങ്ങൾ പൊതുവായ തീരുമാനങ്ങൾ എടുക്കും. കൂടിയാലോചനകൾ ഉണ്ടാകും. ആ ആലോചനകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയെ കൂടി ആ പൊതുവിഷയങ്ങളിൽ ഇടപെടുത്തുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ വിഷയം ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ് ആളുകളുടെ ആരോഗ്യത്തിനുണ്ടാക്കിയത്. ലോകത്തൊരിടത്തും ഇതുപോലെ ടൺ കണക്കിന് മാലിന്യം കൂട്ടിയിട്ട് കത്തിച്ചത് നമ്മൾക്ക് ആർക്കും അറിയില്ല. ഇത്രയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ആ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ CPM നേതൃത്വം നൽകുന്ന കോർപ്പറേഷൻ ഭരണകൂടമാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടിൽ അവർ പോകാൻ ശ്രമിച്ചാൽ അതിൻ്റെ കൂടി പഴി എല്ലാവർക്കും ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ഞങ്ങൾ ഏർപ്പെട്ടത്. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന പൊതുവിഷയങ്ങൾ, ഇപ്പം മൂലമ്പള്ളി കുടിയൊഴിപ്പിക്കൽ പദ്ധതിയുടെ വിഷയങ്ങളിലാണെങ്കിലും ഞങ്ങളൊക്കെ യുവജന കാലഘട്ടത്തിൽ ആ വിഷയങ്ങളിൽ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് സമരങ്ങൾക്ക്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കിൻഫ്രയിലേക്ക് ആലുവയിൽ നിന്ന് ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതി, അതിനെതിരായിട്ടുള്ളൊരു സമരം. അത് ജനങ്ങൾക്ക് ഫെബ്രുവരി മാസമായിട്ടുള്ളൂ. ഇന്നലെ കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ്. മാർച്ച് ഏപ്രിൽ മാസം ഗുരുതരമായിട്ടുള്ള വേനൽ, വരൾച്ചയുള്ള കാലഘട്ടമാണ് എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുകളെല്ലാം നിലനിൽക്കുമ്പോൾ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ പട്ടണത്തിൽ ആലുവ, കളമശ്ശേരി, തൃക്കാക്കര, എറണാകുളം കോർപ്പറേഷൻ, കൊച്ചി, വൈപ്പിൻ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നത്. അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കാതെ വ്യവസായികൾക്ക് വേണ്ടി ഈ ശുദ്ധജലം അവർക്ക് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കുന്ന നടപടി എന്ന് പറയുന്നത് ഒരു ജനങ്ങളോട് ഒരു മനസാക്ഷിയില്ലാത്ത സർക്കാരിന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് വ്യവസായ മന്ത്രി P. രാജീവ് സ്വന്തം മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കുടിവെള്ള പ്രശ്നം നിലനിൽക്കെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാതെ വ്യാവസായിക ആവശ്യത്തിന് വെള്ളം കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റുമോ? നമുക്കത് ഒരിക്കലും പറ്റില്ല. അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയ താല്പര്യത്തോട് കൂടിയിട്ടല്ല. നമുക്കതിനകത്ത് ജനങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്, അടിസ്ഥാനപരമായി ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മുൻനിർത്തി പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ വേറെ ആരാ ഇടപെടുന്നത്? അവിടെയൊക്കെ നമ്മളുടെ ഒരു സാന്നിധ്യം ഉണ്ടാകണം. ഇപ്പോൾ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരായി ഞങ്ങൾ വൈറ്റിലയിൽ ഹൈവേ ഉപരോധിച്ചു. 8 കിലോമീറ്റർ ഹൈവേ ഞങ്ങൾ ഉപരോധിച്ചു. അത് നേരത്തെ നോട്ടീസ് കൊടുത്ത് എല്ലാവരും അറിയിച്ചതിന് ശേഷമാണ് ഉപരോധിച്ചത്. സ്വാഭാവികമായിട്ടും വൈകാരികമായി ജനങ്ങൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞങ്ങൾക്കറിയാമായിരുന്നു. നടൻ ജോർജ് വന്നുണ്ടാക്കിയ വിഷയങ്ങൾ ഞങ്ങളത് കണ്ടതുമാണ്. പക്ഷേ ആ വിഷയം ജനശ്രദ്ധ ആകർഷിക്കാനും ഇന്ത്യയിലെ മറ്റ് മാധ്യമങ്ങൾ ഏറ്റെടുക്കാനും BBC വരെ ആ സ്ട്രൈക്ക് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള സമരങ്ങൾ രാജ്യത്തുണ്ടാകുമ്പോൾ ഒരു സർക്കാരിന് എങ്ങനെയാണ് പെട്രോളിനും ഡീസലിനും, ലോകത്ത് ഏറ്റവും കൂടുതൽ നികുതി പിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ, അത് കുറയ്ക്കേണ്ടത്? അപ്പോൾ അതിന് ജനങ്ങളുടെ ഒരു പ്രതിഷേധം. ഇപ്പം സാധാരണക്കാരായ നമുക്ക് പെട്രോളും ഡീസലും അടിക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല, സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല. അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിൽ നമ്മൾ പിന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ നാട്ടിൽ ഈ അരാഷ്ട്രീയവാദികളും അരാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കും. ആലുവയിൽ SP-നെ ഒരു ആവേശത്തിൽ തെണ്ടി എന്ന് പോലും വിളിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സമരത്തെ നേരിടാമെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിൽ നീയൊക്കെ കാണാത്ത സമരം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിലേക്ക് മുന്നിലേക്ക് വന്നാൽ
ഭയപ്പെട്ടു പോകുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി കരിങ്കൊടിയെ ഭയമാണെങ്കിൽ രാജിവെച്ച് പോകണോ നാണം കെട്ടവനെ പിണറായി വിജയൻ എന്ന് പറയുന്ന തന്തയ്ക്ക് പറക്കാത്തവൻ രാജിവെച്ച് പോകണം. അതേപോലെ പിണറായി വിജയനെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആർജവത്വം കാണിക്കുന്ന മുഹമ്മദ് ഷിയാസ് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? ഒന്ന് ബ്രീഫായി പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ ആലുവയിലാണ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം മുതൽ പാരമ്പര്യമായ ഒരു കോൺഗ്രസ് തറവാട്ടിൽ ജനിച്ച ഒരു ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കാരണവന്മാരൊക്കെ കോൺഗ്രസിൻ്റെ പദവികളിൽ DCC മെമ്പർമാരൊക്കെ ആയിരുന്ന ആളുകളാണ്. ആ പ്രദേശത്തെ ആലുവ ചൂർണിക്കര പഞ്ചായത്തിലെ ആ പ്രദേശത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനും പൊതുരാഷ്ട്രീയത്തിലും ഒക്കെ വളരെ സജീവമായിരുന്ന ആളുകളാണ്. പഠിക്കുന്ന കാലഘട്ടം മുതൽ രാഷ്ട്രീയത്തോട് താല്പര്യവും ആ അഭിനിവേശമൊക്കെ ഉണ്ടായിരുന്ന പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമായി നിൽക്കും എന്ന് പ്രതീക്ഷിച്ച ഒരാൾ. സ്കൂൾ കഴിഞ്ഞു, സ്കൂളിൽ രാഷ്ട്രീയം ഉണ്ടായി. കോളേജ് വന്നു, കോളേജിലും രാഷ്ട്രീയം ഉണ്ടായി. പ്രീഡിഗ്രിക്ക് വന്നപ്പോൾ രാഷ്ട്രീയം ഉണ്ടായി. അപ്പോൾ അങ്ങനെ പൊതുവിലുള്ള എല്ലാ കാര്യങ്ങളിലും, സമരങ്ങളിലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സജീവമായി വിദ്യാർത്ഥി പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് നിന്ന് അങ്ങനെ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ മാഗസിൻ എഡിറ്റർ ആകുന്നതും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആകുന്നതും. പഠിച്ചത് ആലുവ UC കോളേജിലാണ് ഡിഗ്രി. അതിന് MG സർവകലാശാല സെനറ്റ് മെമ്പറായി മത്സരിക്കും. പിന്നീട് ഞാൻ മഹാരാജാസ് കോളേജിലേക്ക്, ഏറ്റവും രാഷ്ട്രീയ നേതാക്കന്മാർ വളർന്ന ഒരു ക്യാമ്പസാണ് മഹാരാജാസ്. അപ്പോൾ ആ ക്യാമ്പസിൽ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പിന്നെ PG പൊളിറ്റിക്കൽ സയൻസിന് മഹാരാജാസ് കോളേജിൽ 2 വർഷം പഠിച്ചു. അതിനുശേഷം കൊച്ചി സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ LLB ചെയ്തു. അപ്പോൾ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുകയും അതിനോടൊപ്പം വിദ്യാർത്ഥി പ്രവർത്തനം നടത്തുകയും ആ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് നമ്മൾക്കുണ്ടായ അനുഭവങ്ങൾ അത് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ മനസ്സുകൾ അറിയാനും ഓരോരുത്തരുടെയും വിവിധ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവരെയൊക്കെ നേരിട്ട് അറിയാനും അനുസരിച്ച് ഇടപഴകാനും നമ്മുടെ ഇടയിലുള്ള വിഷയങ്ങളും ജനശ്രദ്ധ ആകർഷിക്കേണ്ട കാര്യങ്ങളും അതുപോലുള്ള വിഷയങ്ങളിലുള്ള സജീവമായ ഇടപെടൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായി. KSU സംസ്ഥാന ഭാരവാഹിയായിരുന്നു, PC വിശ്വനാഥിൻ്റെ കമ്മിറ്റിയിൽ. അപ്പോൾ നമ്മളെപ്പോലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള, ഞങ്ങളൊരു കാർഷിക കുടുംബമാണ്. അപ്പോൾ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ വിഷയങ്ങളുള്ള നിരവധി കുടുംബങ്ങളുണ്ട്. സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ട്. അപ്പം നമുക്കൊരു വിഷമം ഉണ്ടായാൽ മറ്റുള്ള ആളുകൾക്ക് എത്രത്തോളമായിരിക്കും വിഷമം ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതാണ് താങ്കൾ പല സമരങ്ങളെയും മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുക, അടികൊള്ളുകയും പോലീസിന് അടികൊള്ളു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോർപ്പറേഷനിലുണ്ടായ പ്രശ്നത്തിൽ ഈ പറയുന്ന സംഭവങ്ങളിലെല്ലാം തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്ന എറണാകുളം എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയയാണ്. ഈ ഏരിയയിൽ ഒരു മുസ്ലിം ആയ താങ്കൾ പ്രസിഡൻ്റായി വന്ന് ഇത്രയധികം തിളങ്ങിയത് എങ്ങനെ? കാരണം സാധാരണ ഒരു ജാതി സമവാക്യങ്ങൾ നിൽക്കുന്നൊരു സ്ഥലമാണ് എറണാകുളം. അവിടെ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളെ ഇതുവരെ ഭൂരിപക്ഷം ഇവിടെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി വന്നിട്ടുള്ളൂ. പക്ഷെ താങ്കൾ മുസ്ലിമായ ഒരാൾ, താങ്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായി മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെങ്ങനെ കഴിഞ്ഞു? ഈ സമരത്തിലൂടെയാണോ, ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടം നടത്തിയതിലൂടെയാണോ? സ്വാഭാവികമായിട്ടും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ ഇടപെടലുമാണ് ഓരോരുത്തരെ നമുക്ക് ഇഷ്ടക്കാരാക്കുന്നതും അനിഷ്ടം പ്രകടിപ്പിക്കുന്നതും. നമ്മൾ ഇടപഴകുന്നത് എല്ലാവരോടും നന്നായി ഇടപഴകുകയും വളരെ സിൻസിയറായി മനസ്സൊന്നും വെക്കാതെ ഇടപഴകുന്നതും ആ രീതിയിൽ ഇടപെട്ടത് കൊണ്ടാണ് എല്ലാവരെയും, ഇവിടെ എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളും ഇവിടെ DCC പ്രസിഡന്റുമാരായിട്ടുണ്ട്, എല്ലാവരുമായിട്ടുണ്ട്. ടി.ഒ. ബാബാസാഹിബ് DCC, പണ്ട് കാലത്ത് പോൾ പി മാണി DCC, ഒരു കാലഘട്ടത്തിൽ പിന്നെ മാറി. TH മുസ്തഫ ആയിട്ടുണ്ട്, KP ധനപാലൻ, VJ പൗലോസ്, TJ വിനോദ്, അങ്ങനെ എല്ലാവരും ആയിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്മ്യൂണൽ രീതിയിലുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആളുകളല്ല ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. എല്ലാവരും സ്വഭാവത്തോടു കൂടി പോകുന്ന ആളുകളാണ്. നമുക്ക് അങ്ങനെ ജാതിയും മതവും തിരിച്ചൊന്നും അങ്ങനെ ഒരു DCC പ്രസിഡന്റുമാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ ആരെയും പിണക്കരുത് എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ളൂ. ഒരാളെ വേദനിപ്പിക്കരുത് എന്നുള്ളത് മാത്രമുള്ളൂ.
അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാതിനിധ്യമുള്ള ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തനമാണ് എറണാകുളം ജില്ലയിലുള്ളത്. അപ്പോൾ സംസ്ഥാന തലത്തിൽ ഉണ്ടാകുന്ന DCC പ്രസിഡന്റുമാരെ വയ്ക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഓരോ സാഹചര്യങ്ങളും മാറിയും മറിഞ്ഞൊക്കെ വരാറുണ്ട്. അതിനകത്ത് ജാതിയും മതമൊന്നും നോക്കിയിട്ടല്ല. നമുക്കങ്ങനെ കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരിക്കലും അങ്ങനെ ജാതിയും മതമൊന്നും നോക്കി ആളുകൾ അപ്പോയിൻറ്റ് ചെയ്യും. ആരെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിലാണ് ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. അപ്പം ഞാൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അങ്ങനെ ഒരു എതിരഭിപ്രായം ആർക്കും ഉണ്ടായിട്ടില്ല. മറ്റുള്ള പല DCC പ്രസിഡന്റുമാർക്കും പേര് പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ വന്ന സമയത്തൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വരുന്നപ്പോൾ എറണാകുളത്ത് ഞാൻ DCC പ്രസിഡൻ്റായതിൻ്റെ പേര് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ വളരെ സജീവമായി മുഴുവൻ സമയം നിന്ന് വന്ന ഒരാളാണ് ഞാൻ. 7 വർഷക്കാലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ മുഴുവൻ സമയം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. 24 മണിക്കൂർ എന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാ തലങ്ങളിലും എല്ലാവരെയും കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ചും ഗ്രൂപ്പ് രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്തും അല്ലെങ്കിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം സജീവമായിരുന്ന സമയത്തും അതിൻ്റെ ഭാഗവാക്കായി നിൽക്കേണ്ടി വന്നെങ്കിലും പക്ഷെ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകിയ ഒരാളെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു എതിരഭിപ്രായമോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായതായി ആ സമയത്ത് ഉണ്ടായതായി ഒരു വാർത്തയും ഇതുവരെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകും. ഞാനൊരു പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതിന് അനുകൂലിക്കുന്നവരുണ്ടാവും, എതിർക്കുന്നവരുണ്ടാവും. പക്ഷേ പൊതു തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആർക്കും വേദനയില്ലാതെ പാർട്ടിക്ക് ഗുണകരമാവുന്ന രീതിയിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതായത് ലോക്സഭാ ഇലക്ഷൻ പടിവാതിലെത്തിയിരിക്കുകയാണ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നാളിതുവരെ എറണാകുളത്തെ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷക്കാലത്തിലധികമായി നമ്മുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ, അതുപോലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനുമുള്ള നടപടികൾ, പാർട്ടിയിലെ സംഘടനാപരമായിട്ടുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, ഇതൊക്കെ ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഞങ്ങൾ തീർത്ത് വരികയാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്താണ് അവസാനത്തെ 2 മാസക്കാലത്തിനിടക്കാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുക. പക്ഷേ 1 വർഷക്കാലത്തിലധികമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് താഴെ തലങ്ങളിൽ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന് ഒരുക്കാനായിട്ടുള്ള ഒരു വലിയ ദൗത്യം, ഞങ്ങളുടെ ദൗത്യം വിജയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന 4 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് വിജയിക്കാൻ സാധിച്ചു. ഒന്ന് എറണാകുളത്ത് ഹൈബി ഈഡൻ 1,60,000 വോട്ടിനാണ് വിജയിച്ചത്. ചാലക്കുടി പാർലമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള 4 അസംബ്ലികൾ ഉൾപ്പെടുന്ന ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ 1,35,000 വോട്ടിനാണ് ജയിച്ചത്. ഇടുക്കി പാർലമെൻറ്റിൻ്റെ 2 അസംബ്ലി കോതമംഗലവും മൂവാറ്റുപുഴയും ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് നിന്ന് മത്സരിച്ച ഡീൻ 2 ലക്ഷം വോട്ടിനാണ് വിജയിച്ചത്. അപ്പുറത്ത് 1 ലക്ഷത്തിലധികം വോട്ടിന് പിറവം നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന കോട്ടയം പാർലമെൻറ്റ് 1,06,000 വോട്ടിന് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 14 നിയോജക മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ സ്വാധീനം ഉറപ്പിക്കാനും ഞങ്ങൾക്ക് വലിയ ലീഡ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ഉണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായ പരാജയങ്ങളല്ലാതെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിൽ നിന്ന് ചോർച്ചയുണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യാനോ CPM-നോ BJP-ക്കോ ഇതുവരെ. പക്ഷേ അടുത്ത കാലത്ത് ഒരു ഇലക്ഷനിൽ നെടുമ്പാശ്ശേരിയിൽ വലിയൊരു അട്ടിമറി നടന്നല്ലോ. കോൺഗ്രസിന് ഭയങ്കര ഒരു തിരിച്ചടിയും അവിടെ ഭരണം നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. അല്ല, ഈ കഴിഞ്ഞ ദിവസം നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകൾ, 22-ന് നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകൾ, ഒന്ന് CPM 17 വോട്ടിന് ജയിച്ച എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ, അവിടെ ഞങ്ങൾക്ക് 98 വോട്ടിന് വിജയിക്കാൻ സാധിച്ചു. നെടുമ്പാശ്ശേരിയിൽ അതിനു മുമ്പ് ഞങ്ങൾ വിജയിച്ച ഒരു വാർഡ്, അത് CPM-ന് മെജോറിറ്റി ഉള്ളൊരു വാർഡാണ്. അവിടെ സ്ഥാനാർത്ഥിയുടെ ഒരു മികവും മേൽക്കോയ്മയും ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ അവിടെ സ്ഥാനാർത്ഥി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്വാഭാവികമായും ഉണ്ടായ ഈ അധികാര തർക്കങ്ങൾ മൂലം ഇതൊക്കെ സാഹചര്യങ്ങൾക്കനുസൃതമായി വീതം വയ്ക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ആദ്യത്തെ 3 വർഷം നിലവിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആ വാർഡിലെ ഒരു പെൺകുട്ടിക്കായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്നത്.
അവർ 3 വർഷം കഴിഞ്ഞപ്പോൾ അവർ വൈസ് പ്രസിഡന്റ് സ്ഥാനം മാറി മറ്റൊരാളെ ഏൽപ്പിക്കേണ്ടതായിരുന്നു ആ ചുമതല. അതിന് പകരം അവർ ചെയ്തത് ഇവരൊക്കെ തമ്മിലുള്ള അധികാര വടംവലി മൂലം ആ കുട്ടിയുടെ അംഗത്വം കൂടി രാജിവെച്ചിട്ടാണ് പോയത്. അതുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. സ്വാഭാവികമായും ഒരു കോൺഗ്രസിൻ്റെ അംഗം യാതൊരു കാരണവുമില്ലാതെ പാർട്ടിയുടെ ഉൾപാർട്ടിയിൽ ഉള്ള തർക്കങ്ങൾ മൂലം രാജിവെക്കുമ്പോഴുണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത്. ആ രീതിയിലാണ് അവിടെ വോട്ടിംഗ് നടന്നത്. നിസ്സാര വോട്ടിൻ്റെ വ്യത്യാസമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷമില്ലാതിരുന്ന ആ പഞ്ചായത്തിൽ, നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ കോൺഗ്രസ് റിബലായി മത്സരിച്ച ഒരു സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റാക്കിയിട്ടാണ് ഞങ്ങൾ ആ ഭരണം അവിടെ നിലനിർത്തിയിട്ടിരുന്നത്. പക്ഷെ അവിടെ കോൺഗ്രസിൻ്റെ ഒരു അംഗം പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഭരണം നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ തവണ 14 നിയമസഭാ സീറ്റുള്ള എറണാകുളത്ത് നിയമസഭാ സീറ്റിൽ 5 സീറ്റ് അവർ LDF പിടിച്ചെടുക്കാനിടയായി. ഇതിൽ 2 സീറ്റ് കളമശ്ശേരിയും അതേപോലെ തന്നെ കുന്നത്തുനാടും അവർ കോൺഗ്രസിൻ്റെ സീറ്റാണ് പിടിച്ചെടുത്തത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ലോക്സഭാ സീറ്റ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നിയമസഭാ സീറ്റിൽ വലിയ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഇലക്ഷനിൽ അതേപോലെ പാറ്റേൺ വരുമോ? അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ? അല്ല, ഞങ്ങൾ അതിനെ നന്നായി അനലൈസ് ചെയ്താണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം വോട്ടിൻ്റെ ലീഡ് ഈ പാർലമെൻറ്റ് സെഗ്മെൻറ്റിലെല്ലാം ഉണ്ടായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 5 സീറ്റുകൾ നഷ്ടപ്പെട്ടു. ഈ 5 സീറ്റുകൾ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യങ്ങളിൽ ഒന്ന് സർക്കാരിൻ്റെ ഒരു PR വർക്കുകൾ ആ കാലഘട്ടത്തിൽ ഒരു പ്രധാന ഘടകമായിരുന്നു. 2, അന്ന് പാവപ്പെട്ടവർക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോവിഡ് കാലഘട്ടത്തിലെ ആ ഒരു നിയന്ത്രണവും കിറ്റ് കൊടുക്കലും ഒക്കെ അന്നത്തെ വോട്ടർമാരിൽ ഒരു സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തേതായി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ നേരിട്ട് അന്ന് കോവിഡ് കാലഘട്ടമായതുകൊണ്ട് 80 കഴിഞ്ഞ അല്ലെങ്കിൽ കോവിഡ് പേഷ്യൻസ് ആയിരുന്ന ആളുകളുടെ വോട്ട് അതിനകത്ത് വലിയ തിരിമറികൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് പോസ്റ്റൽ വോട്ടിൽ വലിയ തിരിമറികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് രാഷ്ട്രീയം ചർച്ച ചെയ്യാനോ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കാനോ അന്നത്തെ ഒരു സാഹചര്യത്തിൽ UDFനും ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞിരുന്നില്ല. അത് ഏറ്റവും പരമപ്രധാനം. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിൻ്റെ ഏറ്റവും ഡ്രോബാക്കുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് വലിയ പരിപാടികളിലൂടെയാണ്. സമരങ്ങളുണ്ടായില്ല. കോവിഡ് കാലഘട്ടമായിരുന്നു, നമുക്ക് വലിയ സമരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച് നടത്തിയ ഒരു വലിയ PR വർക്കുണ്ട്. ആ രീതിയിലുള്ള വർക്കുകളാണ് ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് RSSും BJP, പ്രത്യേകിച്ചും RSSൻ്റെ വോട്ടുകൾ CPMനും ഇടതുമുന്നണിക്കും നൽകി അവരെ വിജയിപ്പിക്കാൻ കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരരുത് എന്നുള്ള നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ CPMന് വോട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നെങ്കിലും സാങ്കേതികമായി 2020 പോലെയുള്ള അരാഷ്ട്രീയവാദികളുടെ കടന്നുവരവ്, അവരുടെ ഒരു പ്രൊപ്പഗാൻഡ, അതിനകത്ത് ചില ആളുകൾ വീണു. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വൈപ്പിൻ 8000 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. വൈപ്പിൻ 8000 വോട്ടിന് പരാജയപ്പെടുമ്പോൾ UDFന് മേൽക്കൈയുള്ള മേഖലകളിൽ 2020 സ്ഥാനാർത്ഥിയായി മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 16,647 വോട്ടാണ്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ എല്ലാ കാലഘട്ടങ്ങളിലും 2020 വോട്ട് പിടിച്ച പ്രദേശങ്ങളിൽ കോൺഗ്രസിന് എല്ലാ കാലഘട്ടങ്ങളിലും അത്ര വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. കൊച്ചി 20,000 വോട്ട് 2020 പിടിച്ചപ്പോൾ ഞങ്ങൾ 14,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. കോതമംഗലത്ത് 8,000-ലധികം വോട്ട് പിടിച്ചപ്പോൾ 6,000 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. കുന്നത്തുനാട് 38,000 വോട്ട് 2020 പിടിച്ചപ്പോൾ 2,000 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അപ്പോൾ കോതമംഗലവും കുന്നത്തുനാടും അതുപോലെ കൊച്ചിയും വൈപ്പിനും ഞങ്ങൾ നഷ്ടപ്പെട്ടത്. പെരുമ്പാവൂർ ഞങ്ങൾ നിസ്സാര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അപ്പോൾ ഇത്തരം നഷ്ടപ്പെട്ടത് ഈ അരാഷ്ട്രീയവാദികളുടെ കടന്നുവരവാണ്. അതിനെതിരായിട്ടുള്ളൊരു കൃത്യമായ മെസ്സേജും കൃത്യമായ പ്രവർത്തനവും തുടർന്നങ്ങോട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPMും BJPയും പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു വലിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തിവിടുക എന്നുള്ളത്. എറണാകുളം ജില്ലയിൽ CPMും BJPയും നേരിട്ട് കോൺഗ്രസിനോടും UDFനോടും ഫൈറ്റ് ചെയ്താൽ അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആൻറ്റി സർക്കാർ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന വോട്ടുകളെ സ്പ്ലിറ്റപ്പ് ആക്കുക എന്നുള്ളതാണ് CPMൻ്റെയും
അതുപോലെ BJPയുടെയും രണ്ടുപേരുടെയും തന്ത്രം അതുതന്നെയാണ്. ആ തന്ത്രത്തിലാണ് ജനങ്ങൾ വീണു പോകുന്നത്. അതിനെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ മത്സരിച്ച് ജയിക്കലല്ല, മറിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ മത്സരിക്കുന്നത്. എറണാകുളം ജില്ല പോലുള്ള ഒരു ജില്ലയിൽ ഈ 2 പാർലമെൻറ്റ് സെഗ്മെൻറ്റിലാണ് 2020 സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യാനാണ് ഈ വോട്ട് പിടിച്ചിട്ട്? എന്ത് രാഷ്ട്രീയമാണ് അവർക്കുള്ളത്? എന്ത് പൊതുവിഷയങ്ങളിലാണ് അവരുടെ ഇടപെടലുണ്ടായിട്ടുള്ളത്? ഏത് രീതിയിലാണ് അവരുടെ രാഷ്ട്രീയം? അപ്പോൾ അങ്ങനെ ഒരു മുതലാളി നയിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള, ആളുകളെ അടിമകളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമമാണെന്ന്. അതിനൊന്നും വിവരം ഉള്ള ആളുകൾ ആരും വോട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ ഇവർ 2020 മത്സരിച്ചിരുന്നില്ല. ഇത്തവണ അവർ സ്ഥാനാർത്ഥികളെ ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല ഏകദേശം 50,000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു മഹാസമ്മേളനം കിഴക്കമ്പലത്ത് നടക്കുകയും ചെയ്തു. അത് ഈ ഇലക്ഷനിൽ കോൺഗ്രസിനെ എത്രമാത്രം ബാധിക്കും? അല്ല, അത് അത്തരത്തിലുള്ളൊരു വലിയ ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്താണ്? കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിന് BJPയുടെ സപ്പോർട്ട് അവർക്കുണ്ട്, അതിന് സർക്കാരിൻ്റെ സപ്പോർട്ട് അവർക്കുണ്ട്, CPMൻ്റെ സപ്പോർട്ടുണ്ട്. ഞങ്ങളിത് അടിസ്ഥാനരഹിതമായിട്ട് പറയുന്നതല്ല. തൃക്കാക്കര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് CPM പാർട്ടിക്ക് 30 ലക്ഷം രൂപ 2020യുടെ സ്ഥാപകനായിട്ടുള്ള സാബു ജേക്കബ് കിറ്റക്സുകാർ കൊടുക്കുന്നത്. അത് ഈ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു 2020 പ്രവർത്തകനെ, ഒരു പിന്നോക്കക്കാരനെ, ഒരു ദളിതനെ അവിടുത്തെ പ്രാദേശിക CPM നേതാക്കന്മാർ അടിച്ചു കൊന്നായിരുന്നു. ദീപുവിനെ അടിച്ചു കൊന്നായിരുന്നു. അതിനുശേഷമാണ് ഈ പണം കൊടുക്കുന്നത്. അപ്പോൾ ഇവരോടൊക്കെ താങ്കളൊരു ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്. 30 ലക്ഷം രൂപ സാബു എം ജേക്കബ് CPMന് കൊടുത്തു എന്നുള്ളൊരു ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. അത് എത്രമാത്രം ഗൗരവമുള്ളതാണ് താങ്കൾ പറയുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ? അല്ല, ഞാനിത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടി. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് CPM കമ്മിറ്റിക്ക് കിട്ടിയ ഈ 30 ലക്ഷം രൂപയുടെ കണക്ക് അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് രേഖ പുറത്തു വന്നിട്ടുണ്ട്. സാബു ജേക്കബ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ CPMനും BJPക്കും പണം കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ സാബു ജേക്കബ് ഒരു ഭാഗത്ത് CPMനെയും സർക്കാരിനെയും എതിർക്കുമ്പോൾ, സാബുവിന് സർക്കാരിൻ്റെ എല്ലാ മിഷനറികളും ഉപയോഗപ്പെടുത്തി ലോക്കൽ MLA ആയ ശ്രീനിജൻ സാബുവിനെ എതിർക്കുമ്പോഴും ഇവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറയുന്നത് ഇത്തരത്തിൽ പണമിടപാട് നടത്തുകയും ഇവരൊക്കെ തമ്മിൽ ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുകയും പുറത്ത് ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വലിയ ശത്രുക്കളാണ് എന്നുള്ള തരത്തിൽ പരസ്പരം വാഗ്വാദം നടത്തുകയും ചെയ്യുന്ന തരത്തിൽ മാത്രമേ ഉള്ളൂ. അതായത് ജനത്തെ കബളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവർ പരസ്പരം പണം കൊടുക്കുന്നുണ്ട്, പരസ്പരം ആശയവിനിമയം നടത്തുന്നുണ്ട്. സാബു ജേക്കബ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരുമായ ആശയവിനിമയം നടത്തുന്നു. അപ്പം ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർക്ക് അധികാരം കിട്ടുക, അല്ലെങ്കിൽ 2 പാർലമെൻറ്റ് സെഗ്മെൻറ്റിൽ മത്സരിച്ച് ഇനി വിജയിച്ചാൽ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തെ പൊതുവായ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് എതിരായി സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ നിൽക്കുന്ന ആളുകളുടെ മനസ്സുകളിലേക്ക് വേറൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയം കൊണ്ടുവന്ന് നിലവിൽ ഏത് രാഷ്ട്രീയത്തിനെതിരായിട്ടാണോ ജനങ്ങൾ നിൽക്കുന്നത് അത് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ അരാഷ്ട്രീയവാദികൾ 2020യുടെയൊക്കെ കടന്നുവരവെന്ന് പറയുന്നത്. അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഏൽക്കാൻ. പക്ഷേ ഏറ്റവും അധികം അദ്ദേഹത്തിനെതിരെ കുറെ കേസുകൾ അടക്കമുണ്ടായി. അതായത് ശ്രീനിജൻ കൊടുത്ത SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള 2 കേസുകളിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് അദ്ദേഹം പിണറായി വിജയൻ്റെ മകളെ അറസ്റ്റ് ചെയ്യിക്കുന്ന അങ്ങനെ ഒരു ആറ്റം ബോംബ് അദ്ദേഹത്തിൻ്റെ കൈവശം കിട്ടുന്നു. എന്താണ് എനിക്ക് പറയാനുള്ളത്? അത് സാബു ജേക്കബിൻ്റെ നനഞ്ഞ പടക്കമാണ്. അതൊക്കെ വെറുതെ വായി തോന്നിയത് ആർക്ക് വേണമെങ്കിലും മൈക്ക് കെട്ടി എന്ന് വിളിച്ചു പറയാലോ. അങ്ങനെ സാബു ജേക്കബിൻ്റെ കയ്യിൽ ആറ്റം ബോംബ് അങ്ങനെ ഉണ്ടെങ്കിൽ, പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം അത് പുറത്തുവിടണ്ടേ? അദ്ദേഹം അത് കയ്യിൽ വെച്ചിട്ട് CPMുമായി അദ്ദേഹം അതിനുവേണ്ടി കച്ചവടം വിലപേശ താങ്കൾ വെല്ലുവിളി നടത്തുകയാണ്.
തീർച്ചയായിട്ടും ധൈര്യമുണ്ടെങ്കിൽ സാബു ജേക്കബ് മുഖ്യമന്ത്രിക്കെതിരായി, മകൾക്കെതിരായി അങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് പുറത്തുവിടട്ടെ. അദ്ദേഹം അതിനത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തനിക്കെതിരായി എടുത്തിരിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ താൻ ചെയ്യുന്ന അഴിമതികൾ, ടാക്സ് കൊടുക്കാതെ ടാക്സ് വെട്ടിപ്പ് നടത്തുന്ന തൻ്റെ സ്ഥാപനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള ആരോപണത്തെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ പൊതുവിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആരോപണം പൊതുസമൂഹത്തോട് പറയും, അല്ലെങ്കിൽ പരാതിയായി എഴുതി കൊടുക്കും. അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ പൊതുവേദിയിൽ വന്ന് മൈക്ക് കെട്ടി നിന്ന് എന്തും പ്രസംഗിക്കാൻ സാധിക്കും. അങ്ങനെ തൻ്റെ ഇടമുള്ള സാബു ജേക്കബ് ആണെങ്കിൽ അങ്ങനെ കൃത്യമായ തെളിവുകൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ജയിലിൽ വിടാനുള്ള തെളിവുകളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരട്ടെ. അതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ഇത് ഇങ്ങനെയെല്ലാം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ, ആളുകളെ കബളിപ്പിക്കാൻ, എന്തും പറഞ്ഞ് വോട്ട് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പിന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നനഞ്ഞ പടക്കമാണെന്ന് പറഞ്ഞത്. അത്തരത്തിലുള്ള നനഞ്ഞ പടക്കം ചെയ്യുന്ന ആളുകളെ ജനം തിരിച്ചറിയും. ഇവരൊക്കെ ഏറ്റവും അവസാനം സത്യങ്ങളെല്ലാം തുറന്നു പറയുമല്ലോ. ഇവരൊക്കെ പറഞ്ഞു ഏറ്റവും അവസാനം സത്യം മുഴുവൻ തുറന്നു പറയും. ഇപ്പോൾ സാബു ജേക്കബിനെ സംബന്ധിച്ചിടത്തോളം ഈ സത്യങ്ങളെല്ലാം തുറന്നു. BJP-യുമായി ചർച്ച നടത്തി, CPM-യുമായി ചർച്ച നടത്തി, എല്ലാവരുമായി ചർച്ച നടത്തിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. എല്ലാവരുമായി ചർച്ച നടത്തിയെന്ന് പറയുന്നു. അപ്പം കോൺഗ്രസുമായിട്ടും നടത്തിയെന്ന് പറഞ്ഞു. കോൺഗ്രസുമായി ചർച്ച നടത്തിയെന്ന് പറയുന്നു. ഇങ്ങനെ ചർച്ച നടത്തുന്ന ആളുകളുടെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? അവർ പറയുന്നത് പൊതുവിലുള്ള രാഷ്ട്രീയത്തെ കുറിച്ചിട്ട് അവർക്ക് എന്ത് കാഴ്ചപ്പാട്? രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ സ്വഭാവങ്ങൾ കേൾക്കുന്ന ഏറ്റവും വലിയ ആഘാതത്തെക്കുറിച്ച് എന്ത് അഭിപ്രായമാണ് ഇവർക്കുള്ളത്? സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് എന്താ അഭിപ്രായമുള്ളത്? ഈ നാട്ടിലെ വികസനത്തെക്കുറിച്ചിട്ട് എന്താ അഭിപ്രായമുള്ളത്? ഇപ്പോൾ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സാബു ജേക്കബിൻ്റെ കിറ്റക്സ് ഉണ്ടാക്കുന്ന മലിനീകരണം, കടമ്പ്രയാറ് പോലും മലിനീകരണമാക്കി എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് നമുക്കെല്ലാം നേരിട്ടറിയാവുന്നത് പോലെ അത്തരത്തിലുള്ള യൂണിറ്റുകൾ കൊണ്ടുണ്ടാകുന്ന മണ്ണിനും വെള്ളത്തിനും അതുപോലെ ഭൂമിക്കും ഉണ്ടാകുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തി തൻ്റെ കോടിക്കണക്കിന് രൂപയുടെ CSR ഫണ്ട്, കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി പാവപ്പെട്ടവർക്ക് ഈ ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ നൽകുക എന്നുള്ളത് മാത്രമാണോ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കടമ എന്ന് പറയുന്നത്? അതുമാത്രം കൊടുത്ത് ആളുകൾക്ക് കിറ്റ് കൊടുത്ത് വോട്ട് വാങ്ങാൻ സാധിക്കുക എന്നുള്ള തരത്തിനപ്പുറത്തേക്ക് എന്ത് രാഷ്ട്രീയമാണ് ഇവർക്കൊക്കെ പറയാനുള്ളത്? അങ്ങനെ പൊതുവിലുള്ള സാമൂഹിക വിഷയങ്ങളിലുള്ള നിലപാടുകൾ, അപ്രോച്ച് ഇവർക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ജനം അത് ഒരു പ്രാവശ്യം വോട്ട് ചെയ്തവർ തിരിച്ചറിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്കൾ ഏറ്റവും അധികം കടന്നാക്രമിക്കുന്ന ഒരു സ്വഭാവം, അതായത് പിണറായി വിജയനെതിരെ കടന്നാക്രമിക്കുന്ന ഒരാളാണ്. ഈ പിണറായി വിജയനെ ഇത്രയധികം കടന്നാക്രമിക്കുന്നതിന് കാരണം എന്താ? കേരളത്തിലെ എല്ലാ കാലഘട്ടത്തിലെയും CPM നേതാക്കന്മാരെ താരതമ്യം ചെയ്യുമ്പോൾ ഇത്ര ക്രൂരനായ, ഏകാധിപതിയായ, മനുഷ്യത്വമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ. ഈ സമീപ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, പ്രത്യേകിച്ചും മലബാർ കേന്ദ്രീകരിച്ച് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിനപ്പുറത്ത് VS-നെതിരായി പോലും നടന്ന അധികാര തർക്കത്തിന് വേണ്ടി നടന്ന അധികാര വടംവലി, പാർട്ടിയെ ഏകാധിപത്യ ശൈലിയിൽ കൈപ്പിടിയിലാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വലിയ പരിശ്രമം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ച ഒന്നല്ല. അതൊരു ഏകാധിപതിക്ക് യോജിച്ച ഒന്നാണ്. ഏകാധിപതികളെ പോലുള്ള ആളുകളെ ഒന്നും നമ്മുടെ നാട്ടിൽ വച്ചു വാഴിക്കാൻ ഒരു കാലഘട്ടത്തിലും ജനാധിപത്യ ബോധമുള്ള, മതേതര ബോധമുള്ള ഒരാൾക്കും സാധിക്കില്ല. തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ ആരുമായും കൂട്ടുകൂടാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. SNC ലാവ്ലിൻ കേസ് 38 പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. ഞാനാണ് പുറത്തുകൊണ്ടോന്ന് പറയാം. ഞാനാണ്, താങ്കളാണ് അതിന്റെ പുറകിൽ കൃത്യമായി അത് പുറത്തു കൊണ്ടുവരാനുള്ള എന്റെ ഓഫീസ് അതിന്റെ പേരിലാണ് ആക്രമിച്ചത്. അതിന് താങ്കൾക്ക് ശാരീരികമായും വ്യക്തിപരമായിട്ടും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അതൊക്കെ നമുക്ക് നേരിട്ടറിയാം. CBI എൻക്വയറി കൊണ്ടുവന്നതും. അപ്പൊ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് യോജിച്ച ഒരു രാഷ്ട്രീയ നേതാവല്ല. ഏറ്റവും അവസാനം നവകേരള സദസ്സിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തെ അദ്ദേഹം ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് DYFI-ക്കാരെയും SFI-ക്കാരെയും അതുപോലെ ഗുണ്ടകളെയും ഇറക്കിവിട്ട് ക്രൂരമായി തല്ലിച്ചതക്കുന്നതാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വരെ
വാഹനത്തിൽ നിന്നിറങ്ങി അതിക്രൂരമായിട്ടാണ് കുട്ടികളുടെ തലയിലടിച്ച് പരിക്കേൽപ്പിച്ചത്. എത്ര പേരെയാണ് ഗുരുതരമായ പരിക്ക് ഏറ്റ ആശുപത്രിയിൽ കഴിയുന്നത്? ഒരു മനസാക്ഷിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി, 2-3 സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലൊരു ജനാധിപത്യ രാജ്യത്ത് പിണറായി വിജയനെ പോലെയുള്ള ആളുകളും അവരുടെ പാർട്ടി നേതൃത്വവും അവർ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്നപ്പോൾ നിരവധി സമരങ്ങൾ നടത്തിയ ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങൾ, ജനാധിപത്യ സമരങ്ങൾ നാട്ടിൽ നടത്തുമ്പോൾ അതിനെ അസഹിഷ്ണുതയോടുകൂടി കണ്ട് അതിനെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമം നടത്തുന്നത് ഒരു ഏകാധിപതിക്ക് മാത്രമേ കഴിയുള്ളൂ. ജനാധിപത്യവാദിക്ക് ഒരിക്കലും അത് കഴിയില്ല. അപ്പോൾ അത് വീണ്ടും വീണ്ടും പറയുകയും ഈ അക്രമം, അതായത് ഈ രക്ഷാപ്രവർത്തനം തുടരണം എന്നൊരു മുഖ്യമന്ത്രി പറയുകയും വീണ്ടും അത് പുള്ളി ആവർത്തിക്കുകയും ഇതെല്ലാം കഴിഞ്ഞ് നവകേരള സദസ്സും കഴിഞ്ഞു 1.5-2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പുള്ളി ആവർത്തിക്കുകയും ചെയ്യുക, മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആക്രമിച്ചത് കണ്ടില്ല എന്ന് കള്ളം പറയുക. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിന്, അതുകൊണ്ട് അദ്ദേഹത്തെ ഏത് വേദിയിൽ വിമർശിക്കാനും ഏത് രീതിയിൽ വിമർശിക്കാനും കഴിയാവുന്ന രീതിയിലേക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെയൊക്കെ മനസ്സ് അത്തരത്തിലാണ് കാണുന്നത്. അങ്ങനെ ഒരു വലിയ ബഹുമാനം കൊടുക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല. സ്വന്തം മകൾക്കെതിരായി, കുടുംബത്തിനെതിരായി നിരവധിയായിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ വന്നിട്ടും അത് കൃത്യമായ മറുപടി പോലും കൊടുക്കാതെ പാർട്ടി നേതൃത്വം പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതാവായി പിണറായി വിജയൻ മാറുക എന്നുള്ളത് പറഞ്ഞാൽ അത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. പാർട്ടി പ്രവർത്തകരുടെ നട്ടെല്ല് പോലും പണയപ്പെടുത്തി അവർക്ക് പോലും അവരുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കാതെ അവരുടെ നാക്ക് പോലും ചങ്ങലക്കെട്ടിരിക്കുന്ന ഈ ഏകാധിപതിയെ നമ്മൾ എതിർക്കണ്ടേ? അതായത് കേരളത്തിൽ അദ്ദേഹം ഈ അഴിമതി തുടങ്ങിയിട്ട് കുറേ കാലമായി. ഓരോ സമയത്തും ധാരാളം അഴിമതി വിളിച്ചു പറയുന്നില്ല. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, സ്പ്രിംഗ്ലർ തട്ടിപ്പ്, അതേപോലെ ഡോളർ തട്ടിപ്പ്, ഇപ്പം ലാസ്റ്റ് മാസപ്പടി വരെ എത്തി. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു ശക്തമായ ജനരോഷം ഉണർത്തിയെടുക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാത്തത്? പിണറായി വിജയൻ്റെ 1ാം ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനം നമുക്കറിയാം, ലോകത്തും രാജ്യത്തും മുഴുവൻ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയായിരുന്നു. ആ സമയത്ത് നമുക്കൊരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനോ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. മറുഭാഗത്ത് അന്വേഷണ ഏജൻസികൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമല്ലേ. നരേന്ദ്രമോദിയും അമിത്ഷായും നിയന്ത്രിക്കുന്ന അന്വേഷണ ഏജൻസികളാണ്. സ്വാഭാവികമായും പിണറായി വിജയനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അത് മറികടക്കാൻ വേണ്ടി അവരുമായി ചങ്ങാത്തം സ്ഥാപിച്ചു. എല്ലാ കേസുകളിലും CPM-ഉം BJP-യുമായി ചങ്ങാത്തമുണ്ടാക്കി അവർക്ക് ഇടനിലക്കാരുണ്ടായിരുന്നു. കൃത്യമാണ്, ഡൽഹിയിൽ ഇടനിലക്കാരുണ്ടായിരുന്നു. കൃത്യമായ രീതിയിൽ ആ കേസുകളെല്ലാം സെറ്റിൽ ചെയ്യപ്പെട്ടു. അതിന് പകരമായി കുഴൽപ്പണക്കേസ്, സുരേന്ദ്രനെതിരായിട്ടുള്ള കുഴൽപ്പണക്കേസ് എല്ലാം സെറ്റിൽ ചെയ്യപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ BJP-യെ സഹായിക്കുന്ന അല്ലെങ്കിൽ RSS-നെ സഹായിക്കുന്ന ശ്രീ എമ്മിനെ പോലെയുള്ള ആളുകൾക്ക് ഭൂമി കൊടുക്കുന്ന നടപടികളെല്ലാം ഉണ്ടാകുന്നത് ഒരു ഭാഗത്ത് അവരുമായി ഉണ്ടായ ചെങ്ങാത്തത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരാൾ പ്രവർത്തിക്കുന്നു, അത്തരത്തിൽ മുന്നോട്ട് പോകുന്നു. അതിനെതിരെ തുടർന്ന് ഇങ്ങോട്ട് വന്ന സമരങ്ങൾ മുഴുവൻ ജനം ഏറ്റെടുത്ത് 2ാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും ആദ്യഘട്ടം മുതലുണ്ടായ എല്ലാ പ്രവർത്തനങ്ങളും സമരങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്താണ്. കോൺഗ്രസും UDF നടത്തിയ സമരങ്ങൾ. ഇങ്ങനെയുള്ള ഒരു ഭരണാധികാരി ശക്തമായ സമരത്തിന് മുന്നിൽ കീഴടങ്ങി രാജിവെച്ചൊഴിയേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, ഈ ഒരു രീതിയിലും നിയമസഭയ്ക്കകത്തും പുറത്തും മാധ്യമ പ്രവർത്തകരോട് പോലും ഉത്തരം പറയാത്ത കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. മാധ്യമ പ്രവർത്തകരോട് പോലും കോവിഡ് കാലഘട്ടത്തിന് ശേഷവും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിക്കാൻ കെൽപ്പുള്ള എത്ര മാധ്യമ പ്രവർത്തകരുണ്ട്, ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടുന്ന എത്ര മാധ്യമ പ്രവർത്തകരുണ്ട്. സ്വാഭാവികമായും അവരെല്ലാം മാനേജ് ചെയ്യാവുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഈ ഗൂഢസംഘങ്ങൾ ഇന്ന് മാറിയിരിക്കുകയാണ്. അതിനപ്പുറത്ത് നിയമസഭയ്ക്കകത്ത് തന്നെ എത്രയോ പ്രാവശ്യം കള്ളത്തരം പറയുന്ന മുഖ്യമന്ത്രിയാണ്, എത്രയോ പ്രാവശ്യം. അപ്പം നിയമസഭയ്ക്കകത്ത് പോലും നിയമസഭയ്ക്ക് അകത്ത് വയ്ക്കുന്ന സത്യസന്ധമായിട്ടുള്ള തെളിവുകളാണ് അല്ലെങ്കിൽ ഉത്തരങ്ങളാണ് എന്നുള്ള തരത്തിലേക്ക് ചിന്തിച്ചിരുന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമസഭയ്ക്കകത്ത് പോലും കള്ളത്തരം പറയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുണ്ട്. പക്ഷേ ഈ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശക്തമായ സമരം നടത്തി അദ്ദേഹത്തെ രാജിവെപ്പിക്കുന്നതിൽ നമ്മൾ പരിചയപ്പെട്ടല്ലോ. 1980-ൽ K. കരുണാകരൻ ഏറ്റവും ഭൂരിപക്ഷത്തോടു കൂടി വന്നിട്ടും രാജൻ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നില്ല. ജനം ഇവിടുത്തെ ശക്തമായ പ്രക്ഷോഭം കാരണമല്ലേ. അങ്ങനെയുള്ളൊരു പ്രക്ഷോഭം ഒന്നും തന്നെ നമുക്ക് നടത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്?
അല്ല, നിരവധി പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം. ഏകദേശം ഒരു 4-6 മാസക്കാലത്തിനിടക്കാണ് 2 പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധം നടന്നത് UDFിൻ്റെ നേതൃത്വത്തിൽ. അതിനിടയ്ക്ക് എത്രയോ പ്രാവശ്യം KPCCയുടെ നേതൃത്വത്തിൽ പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലം വരെ എത്രയോ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ധാർമ്മികതയുള്ള അല്ലെങ്കിൽ സത്യസന്ധമാണ് എന്ന് സ്വയം ബോധ്യമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി ഈ ആരോപണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്ത് നിന്ന് താനിതാ കുറ്റക്കാരനാണെന്ന് ജനം എല്ലാവരും പറയുന്നു. രാജിവെച്ച് ഒഴിയണമെന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടല്ലോ. ഇതിനു മുമ്പും രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് CPMൻ്റെ ശക്തമായ സമരത്തിൻ്റെ പുറത്ത് മാത്രമല്ലല്ലോ. ആ ഒരു ധാർമ്മിക ബോധം മനസ്സിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു കെ കരുണാകരനെ പോലെയുള്ള, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ, രാജിവെച്ച രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നത്. അതായത് പിണറായി വിജയനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ധാർമ്മിക ബോധം എന്ന് പറയുന്നത് 7 അയലൊക്കത്ത് പോലും പോയിട്ടില്ല. ആ ധാർമ്മികതയൊന്നും, രാഷ്ട്രീയത്തിൻ്റെ ധാർമ്മികതയോ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയൊന്നും അയാൾക്കില്ല. അയാളൊരു ഏകാധിപതിയെ പോലെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ഫാസിസ്റ്റ് ശൈലിയിലുള്ള ഭരണമാണ്. അതിപ്പോൾ ആരെന്ത് പ്രകടിപ്പിച്ചാലും, എന്ത് പ്രതിഷേധം നടത്തിയാലും, നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും 2500 പോലീസുകാരുടെ നടുവിൽ, 100 കണക്കിന് വരുന്ന വാഹനങ്ങളുടെ നടുവിൽ അദ്ദേഹം സഞ്ചരിക്കുകയല്ലേ. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കറുത്ത മാസ്ക് ഇട്ടവനെയും കറുത്ത ഉടുപ്പിട്ടവനെയും കറുത്ത ഷർട്ടിട്ടവനെയും റോഡുകളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്, പിടിച്ചുകൊണ്ടുപോയി കരുതൽ തടങ്കലിലാക്കുകയാണ്. മുഖ്യമന്ത്രി വരുന്നതിന് മുന്നോടിയായി ആ പ്രദേശത്തെ കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും യൂത്ത് ലീഗുകാരെയും പ്രതിപക്ഷ യുവജന സംഘടനകളിൽപ്പെട്ടവരെ എത്ര പ്രാവശ്യം എത്ര സ്ഥലത്താണ് കരുതൽ തടങ്കലിലാക്കിയത്? റോഡുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്നു, വീടുകളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോകുന്നത്. അതൊരു ഏകാധിപതിയായിട്ടാണ്. അങ്ങനെ രാജിവെക്കുന്ന ഒരു മനസ്ഥിതി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുണ്ടായിരുന്നത് അവർ യഥാർത്ഥ രാഷ്ട്രീയക്കാരായതുകൊണ്ടും ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടായിരുന്നത് കൊണ്ടുമാണ്. പക്ഷെ പിണറായി വിജയനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഈ പറയുന്നതൊന്നുമില്ല. ഏകാധിപതിയെ പോലെ പാർട്ടിയെ പോലും കൈപ്പിടിയിലാക്കി, പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ പോലും ചങ്ങലക്കിട്ട് അവരുടെ നാവ് പോലും പിഴുതെടുത്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇത് CPMൻ്റെ ഏത് രാഷ്ട്രീയ നേതാവാണ്? ഒരു മുഖ്യമന്ത്രി, CPMൻ്റെ ഒരു മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള, ഒരു കുടുംബത്തിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ട് ആ കുടുംബമല്ലല്ലോ മറുപടി പറഞ്ഞത്, CPM നേതൃത്വമാണ് ചെറിയ മറുപടിയെങ്കിലും പറഞ്ഞത്. അവരെന്തുകൊണ്ടാണ് പിണറായി വിജയനെ ശരിയായ ദിശയിലൂടെ നയിക്കാത്തത്? എന്തുകൊണ്ടാണ്? അവർക്കൊരു ധാർമ്മിക ബോധമില്ല പാർട്ടിക്ക്. അത് സമ്മതിച്ചു. നമ്മളുടെ ഭാഗത്ത് നിന്ന് അതായത് പ്രതിപക്ഷത്തിന്റെ ഡ്യൂട്ടിയാണല്ലോ ഇത്തരത്തിലുള്ള ഭരണാധികാരിയെ തുറന്നു കാണിക്കുകയും അവരെ അതിനെതിരെ സമരം നടത്തുകയും രാജിവെപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇവിടെ തന്നെ നമ്മളെ മാത്യു കുഴൽനാടൻ ഇക്കാര്യത്തിൽ ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള വലിയ ആരോപണം നിലനിൽക്കുന്നു. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട് മാത്യു ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ഇപ്പോഴും, കഴിഞ്ഞ ദിവസവും ഇന്നും KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇന്നും ആ ആരോപണങ്ങൾ ഗുരുതരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്യു പറഞ്ഞ ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങളാണ് എന്ന് ഇന്നലെയും KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് CMRL കമ്പനിക്ക് കൊടുത്ത ഭൂമിയിൽ പോലും, റവന്യൂ ഭൂമിയിൽ പോലും അഴിമതിയുണ്ട്, അതിനകത്ത് മുഖ്യമന്ത്രിയും കുടുംബവും പണം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗുരുതരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി ലഭിച്ച പണം എന്ന് പറയുന്നതിന് തിരിച്ച് ആ കമ്പനിക്ക് എന്ത് സർവീസാണ് കൊടുത്തതെന്ന് കമ്പനി പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു സർവീസും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ആ ആരോപണം ഇന്നും നിലനിൽക്കുകയാണ്. അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയും കുടുംബവുമാണ്. സ്വാഭാവികമായും നിയമസഭയ്ക്കകത്തും പുറത്തും നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടും മുഖ്യമന്ത്രി എന്ത് മറുപടിയാണ് പറഞ്ഞത്? മുഖ്യമന്ത്രി ഈ കൈകൾ ശുദ്ധമാണെന്നാണ് മാത്രം പറഞ്ഞത്. ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ ഭയമുള്ളൂ. ഇതൊക്കെ സ്ഥിരം ക്ലീഷേ വന്ന വാക്കുകളല്ലാതെ വേറെ എന്താണ് മുഖ്യമന്ത്രി? കൃത്യമായ ഒരു മറുപടി പറഞ്ഞു. SFI അന്വേഷണം ഏത് കാലഘട്ടത്തിൽ 3 വർഷക്കാലത്തിലധികമായി കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഈ സീരിയസ് ഫ്രോഡ് ചീറ്റിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണം പോലും അറിയുന്നത് നമ്മൾ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ SFIO കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അഫിഡവിറ്റിൽ കൂടെയാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷണം നമ്മൾ അറിഞ്ഞത്. ഇത് അറിയാവുന്ന പാർട്ടി BJP ആയിരുന്നു. ആ BJP എന്തുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായി അന്വേഷണം നടക്കുന്നുണ്ടെന്ന് എന്തുകൊണ്ട് ആരോപണം ഉന്നയിക്കായിരുന്നു? ഈ ദിവസം വരെ അവർ ആരോപണം ഉന്നയിച്ചു. താങ്കൾ പറഞ്ഞു വരുന്നത് BJP ആണ് പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ആംഗിളാണ് താങ്കൾ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഈ നമ്മുടെ മാത്യു കുഴൽനാടനെ
വേണ്ടത്ര രൂപത്തിൽ സംരക്ഷിച്ചില്ല എന്ന് പറയുന്നതിന് കൃത്യമായി പറയുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലേക്കും DYFIക്കാരും CPMകാരും വളരെ രൂക്ഷമായ രൂപത്തിൽ കയറിച്ചൊല്ലുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുകയുണ്ടായി. അതിനെതിരെ തടയിടാൻ യാതൊരു തരത്തിലും നമ്മൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ ആരോപണമുണ്ട്. അതിനെക്കുറിച്ചിട്ട് അങ്ങേക്ക് പറയാനുള്ള എന്താണ്? അല്ല, അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. മാത്യുവിനെ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണമാണ് CPMഉം ഇടതുപക്ഷവും ഉയർത്തിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ വീട് ഇരിക്കുന്ന ഭാഗത്തേക്ക് അത് പുറമ്പോക്ക് ഭൂമിയാണ്. ഇതെല്ലാം സ്വാഭാവികമായും പിണറായി വിജയനെ പോലെയുള്ള ഒരാൾ, ഭരണാധികാരിയായിരിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ വാശിയും വൈരാഗ്യവും തീർക്കുകയാണ്. അതിനെ നിയമപരമായി ഞങ്ങൾ എതിരിട്ടിട്ടുണ്ട്, രാഷ്ട്രീയപരമായി ഞങ്ങൾ എതിരിട്ടിട്ടുണ്ട്. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ അടക്കം സംഘടിപ്പിച്ച, ഞാനടക്കം പങ്കെടുത്ത ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത വലിയ റാലിയും പൊതുസമ്മേളനവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനേക്കാൾ ഉപരിയായി നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ പിണറായി വിജയനെതിരായിട്ട്, അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് എത്രയോ പ്രാവശ്യം പ്രതിപക്ഷത്തിൻ്റെ ബെഞ്ചിൽ നിന്ന് മാത്യു കുഴൽനാടൻ ഈ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിച്ചിരിക്കുന്നു. എത്രയോ പ്രാവശ്യം. അതിനുള്ള അവസരം മുഴുവൻ മാത്യുവിനല്ലേ കൊടുത്തത്? അതിനുള്ള മുഴുവൻ അവസരം ഇപ്പോൾ ഈ നിയമസഭാ സമ്മേളനം, ഏറ്റവും അവസാനത്തെ നിയമസഭാ സമ്മേളനം ചേരുന്നതിനിടയ്ക്ക് എത്ര അവസരങ്ങൾ കൊടുത്തു? ഏറ്റവും അവസാനം പിരിയുന്ന ദിവസം പോലും മാത്യുവിനാണ് അവസരം. അപ്പം നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ നടത്തുന്ന ഈ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിൽ കൃത്യമായി മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെല്ലാം കേരളത്തിലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വളരെ ഷാർപ്പായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭവും കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നടത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭത്തിലല്ലേ 17 ദിവസക്കാലം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ വീട്ടിൽ നിന്നല്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാങ്കൂട്ടത്തിനെ. അപ്പൊ കേരളത്തിൽ കാണാത്ത രീതിയിൽ വാശിയും വൈരാഗ്യവും തീർക്കുന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രി പെരുമാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 41 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. 41 ദിവസം നിങ്ങളും ജയിലിൽ കിടന്നിട്ടുണ്ട്. 41 ദിവസം. അപ്പോൾ വാശിയും, തനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന, അല്ലെങ്കിൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരാളെ പോലും സമാധാനപരമായി വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു മുഖ്യമന്ത്രി നിലപാടെടുത്താൽ, ഒരു മുഖ്യമന്ത്രി എന്നൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ഏത് അന്വേഷണ ഏജൻസിയിൽ ഏത് സമയത്തും ആരെയും വിടാം. അപ്പോൾ ആ രീതിയിലാണ് മാത്യുവിനോടും പെരുമാറിയിട്ടുള്ളത്. അതിനെല്ലാം നിയമപരമായിട്ടുള്ള സംരക്ഷണ മാത്യുവിന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള ധാർമ്മിക പിന്തുണയും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ അവസരങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്യുവിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി ആ ദിശയിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതൊന്നും, ഈ ചോദ്യങ്ങളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിൽ വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന പണം ഇത് കള്ളപ്പണമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇതിനെല്ലാം മുഖ്യമന്ത്രിയും കുടുംബവും CPMഉം മറുപടി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങളുടെ കോടതിയിൽ അവർക്ക് മറുപടി പറയേണ്ടി വരും. ഞങ്ങൾ ജനങ്ങളുടെ കോടതിയെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജനകീയ കോടതിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ ജനകീയ കോടതിയിൽ മുഖ്യമന്ത്രിക്കെതിരായി ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ജനങ്ങൾ അവർക്കെതിരായ നിലപാട് സ്വീകരിക്കും. അപ്പോഴാണ് അവർ മറുപടി പറയാൻ വരിക. അപ്പോൾ ആ മറുപടി എന്ന് പറയുന്നത് ജനങ്ങളുടെ കോടതിയിൽ പരാജയപ്പെട്ട ഈ ആളുകൾ നൽകുന്ന മറുപടി, അത് യഥാർത്ഥ മറുപടിയായിരിക്കും. അധികാര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുന്ന പിണറായി വിജയന് എല്ലാ കാലഘട്ടത്തിലും രക്ഷപ്പെടാൻ പറ്റുമോ? എല്ലാ കാലഘട്ടത്തിലും അധികാരമുണ്ടാകും? അങ്ങനെയൊന്നും അധികാരമുണ്ടാകുന്ന ഒരു കാലഘട്ടമൊന്നും കേരളത്തിലെ ഒരു പൊതുജന മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മനസ്സ് അങ്ങനെയുള്ള ഒരു മനസ്സല്ല. എറണാകുളം ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് 4 മണ്ഡലങ്ങളാണ്. ഈ 4 മണ്ഡലങ്ങളിൽ എന്താണ് ഏറ്റവും പ്രചരണമായിട്ട് വരുന്ന പ്രധാന വിഷയങ്ങൾ? എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഒന്ന് കാർഷിക മേഖലയാണ്. വനമേഖലയുമായി ബന്ധപ്പെട്ട് വന്യജീവി ശല്യങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി ഇന്ന് കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ മധ്യമേഖല എന്ന് പറയുന്നത് വ്യവസായവുമായി ബന്ധപ്പെട്ട് ചെറുകിട കച്ചവടക്കാർ അങ്ങനെയുള്ള മേഖലയാണ്. തീരദേശ മേഖല കൊച്ചി, ചെല്ലാനം, വൈപ്പിൻ, ഈ മേഖല എല്ലാം തീരദേശ മേഖലയാണ്. തീരദേശ മേഖലയിലും ഒന്ന് CRZ വലിയ പ്രശ്നമാണ്. ഒന്ന് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് നിലവിൽ അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, വലിയ പ്രശ്നം. ഇപ്പം ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ജില്ലയ്ക്കകത്തുണ്ട്. ഈ UDFൻ്റെ കാലഘട്ടത്തിൽ ഈ മേഖലകളെല്ലാം അഡ്രസ്സ് ചെയ്യാൻ അന്നത്തെ സർക്കാരുകൾക്ക് സാധിച്ചിട്ടുണ്ട്. 10 വർഷക്കാലം കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന നരേന്ദ്രമോദിക്കോ
അല്ലെങ്കിൽ 8 വർഷക്കാലം പൂർത്തിയാക്കുന്ന പിണറായി വിജയനോ ഈ മേഖലകളെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഓരോ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുമ്പോൾ എറണാകുളത്തിനൊരു വലിയ പദ്ധതി ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോഴാണ് കൊച്ചി മെട്രോ കൊണ്ടുവന്നത്. അതിനു മുമ്പ് നമുക്ക് നെഹ്റു സ്റ്റേഡിയം ഉണ്ടായി, അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ടായി, 3 പാലങ്ങൾ, ഗോശ്രീ പാലങ്ങൾ, ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളുണ്ട്. ഇതെല്ലാം നടക്കുകയാണ്. നമുക്ക് പുതിയ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. അതിനുശേഷം കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് നിരവധി പാലങ്ങൾ വന്നു, മേൽപ്പാലങ്ങൾ വന്നു, തോടുകൾ വന്നു. നമുക്ക് കൊച്ചി നഗരം ഒരു അനിയന്ത്രിതമായ രീതിയിൽ കുതിച്ചുയരുന്ന ഒരു നഗരമാണ്. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറുന്ന ഒരു നഗരം. ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും കൊച്ചിയിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ആ ഒരു ഡെവലപ്മെൻറ്റ് കാണാനോ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം നടത്താനോ ഒന്നും സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ്. ഇന്ന് മാലിന്യ പ്രശ്നം, കൊച്ചിയിലെ മാലിന്യ പ്രശ്നം ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ്. ആ മാലിന്യ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ബ്രഹ്മപുരത്ത് ഏക്കർ കണക്കിന് വരെ സ്ഥലമുണ്ട്. ഒരു മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനോ UDFൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന മാലിന്യ നിർമ്മാർജ്ജനം നടപ്പിലാക്കുവാനോ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അതിപ്പോഴും ഗുരുതരമായ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. ഏത് രീതിയിൽ നോക്കിയാലും പണം കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതികളല്ലാതെ ഒരു പദ്ധതിയും നടപ്പിലാകുന്നില്ല. സ്വാഭാവികമായും ഒരു മഴ പെയ്താൽ പോലും കൊച്ചി നഗരം വെള്ളക്കെട്ടിലാകുന്ന ഒരവസ്ഥയുണ്ട്. ഇതൊക്കെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജനങ്ങൾക്ക് ഇന്ന് കേരളത്തിലെ മൊത്തത്തിൽ ഇന്ന് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എല്ലാം പാളിയിരിക്കുകയാണ്. സുരക്ഷാ പെൻഷനുകളൊന്നും ലഭിക്കുന്നില്ല. KSRTC ജീവനക്കാർക്ക് പെൻഷനോ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. അവർ ആത്മഹത്യയുടെ വക്കിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് അനിയന്ത്രിതമായിട്ടാണ് കുതിച്ചുയരുന്നത്. പെട്രോളും ഡീസലും ഗ്യാസിൻ്റെയും വില ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്തതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ തൊഴിലുകൾ ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ഗുരുതരമായ പ്രതിസന്ധി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. പല കോഴ്സുകൾക്കും കുട്ടികളില്ല. ഡിഗ്രി കെമിസ്ട്രിക്കും അതുപോലെ തന്നെ ഫിസിക്സിനും ഒന്നും കുട്ടികളില്ലാത്ത സാഹചര്യമുണ്ട്. പല കോഴ്സുകളും പല കോളേജുകളും നിർത്തലാക്കുകയാണ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എറണാകുളത്തുള്ളത്. സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, മെഡിക്കൽ കോളേജ് എല്ലാം ഉണ്ട്. പക്ഷേ കുട്ടികളില്ല. കുട്ടികൾ ഒരു നിയന്ത്രണവുമില്ലാതെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ ഓരോ വർഷവും ആയിരക്കണക്കിന് കുട്ടികളാണ് വിദേശത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു. ആർക്കും ഒരു പ്രതീക്ഷയില്ലാത്ത ഭരണങ്ങളാണ് നാട്ടിൽ നിലനിൽക്കുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം കൊച്ചി മെട്രോയുടെ രണ്ടാമത്തെ റീച്ച് എന്ന് പറയുന്നത് കാക്കനാട്ടേക്കാണ്. അത് നിലവിലുണ്ടായിരുന്ന ഫസ്റ്റ് റീച്ചിൽ ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള റീച്ചിൽ തന്നെ അത് തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 8 വർഷക്കാലത്തിലധികമായി. ഉമ്മൻചാണ്ടി സമയബന്ധിതമായി പൂർത്തീകരിച്ചൊരു പദ്ധതിയാണ് കൊച്ചി മെട്രോ. അത് രണ്ടാമത്തെ റീച്ചിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്ഥലം ഏറ്റെടുത്തിട്ടില്ല. സ്റ്റേഷനുകളുടെ കാര്യത്തിൽ പോലും തീരുമാനമായിട്ടില്ല. ഏറ്റവും അധികം ആളുകൾക്ക് ജോലി ലഭിക്കേണ്ട ഒരു പ്രദേശമാണ് കാക്കനാട്ടെ ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും. സ്മാർട്ട് സിറ്റി ഒരു പദ്ധതി പോലും സ്മാർട്ട് സിറ്റിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കേണ്ട ഒരു സംരംഭമാണ്. ലോകത്തെല്ലായിടത്തും IT മേഖലകളിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളൊന്നും കൊച്ചിയെപ്പോലെ ഒരു സ്ഥലത്ത് 8 വർഷക്കാലത്തിനിടയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിലവിലുള്ള കമ്പനികൾ പോലും ഇട്ടേച്ച് പോകുന്ന ഒരവസ്ഥയിലാണ് ഈ നാട് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സംസ്കാരമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ഇവിടെ നാട്ടിലൊരു തൊഴിൽ ലഭിക്കില്ല എന്നുള്ള ബോധ്യമുള്ളിടത്ത് എങ്ങനെയാണ് ഈ സർക്കാരിന് ആളുകൾ വോട്ട് ചെയ്യുക? നമ്മുടെ വനമേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാർഷിക മേഖലയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുണ്ടാക്കുന്ന കൃഷി മുഴുവൻ ഈ വന്യജീവികളുടെ ശല്യം മൂലം ഇല്ലാതാകുന്നു. അവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. ആനയും കടുവയും പുലിയും അതുപോലെ കുരങ്ങും എല്ലാം ഇറങ്ങി മനുഷ്യസാധ്യമായി ഉണ്ടാക്കുന്നതെല്ലാം നശിപ്പിക്കുകയാണ്. വലിയ കാർഷിക വിളകൾക്ക് അടിസ്ഥാന വിലയില്ല, റബ്ബറിന് അടിസ്ഥാന വിലയില്ല, അതുപോലെ നാളികേര കർഷകരും അടയ്ക്ക കർഷകരും വലിയ പ്രതിസന്ധിയാണ് ഇവർ നേരിടുന്നത്. ഈ പിണറായി വിജയനെതിരെയുള്ള ഈ പറയുന്ന ആരോപണങ്ങൾ എത്രമാത്രം ഈ ഇലക്ഷനിൽ വോട്ടായി മാറാൻ സാധ്യതയുണ്ട്? കേരളത്തിലെ ഒരു ഭരണാധികാരിക്കെതിരായി, ഒരു മുഖ്യമന്ത്രിക്കെതിരായി ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബം കേന്ദ്രീകരിച്ച് നടത്തുന്ന അഴിമതികൾ ഇതുപോലെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകളും മകൻ്റെ അമ്മായിയപ്പനും കൂടി നടത്തുന്ന അഴിമതികൾ
അത് ഓരോ ദിവസവും പുതിയ അഴിമതികളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ അച്യുതാനന്ദനെതിരായി പോലും, അച്യുതാനന്ദൻ മകനെതിരായി പോലും CPM ഉയർത്തിയ ആരോപണങ്ങളായിരുന്നു അത്. അരുൺകുമാറിനെതിരായി CPM ഉയർത്തിയ ആരോപണങ്ങൾ. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അതുപോലെ തന്നെ വിവേക് വിജയൻ്റെ ഭാര്യയുടെ അച്ഛനും ഉൾപ്പെടെയുള്ള കമ്പനികൾ നടത്തുന്ന കൊള്ളകൾ, കൺസൾട്ടൻസി കരാറുകൾ, കോവിഡ് കാലഘട്ടത്തിൽ നടത്തിയ എല്ലാ കരാറുകളും, സ്പ്രിംഗ്ലർ ആണെങ്കിലും അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ ആണെങ്കിലും എല്ലാ കരാറുകളും അഴിമതിയായിരുന്നു എന്ന് ഏത് കുഞ്ഞിന് പോലും അറിയാം. അന്ന് നടത്തിയ മരുന്ന് വാങ്ങാൻ, അന്ന് നടത്തിയ കോവിഡ് കാലഘട്ടത്തിൽ കിറ്റുകൾ, PPE കിറ്റുകൾ വാങ്ങാനും അതുപോലെ തന്നെ ഗ്ലൗസുകൾ വാങ്ങാനും എല്ലാ സാധനങ്ങളും വാങ്ങാനും നടത്തിയ മെഡിക്കൽ കോർപ്പറേഷൻ നടത്തിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതികളെല്ലാം ഇന്ന് ലോകായുക്തയിലുണ്ട്, അന്വേഷണം നേരിടുകയാണ്. PK ശ്രീമതിയെ പോലുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ അതിന് മറുപടി പറയണം. അതിനെക്കുറിച്ചിട്ട് പോലും ഗുരുതരമായ ആരോപണമാണ് ശൈല ടീച്ചറും പറഞ്ഞത്. ശൈല ടീച്ചർ പറഞ്ഞത് മുഖ്യമന്ത്രി അറിയാതെ ഞാനൊന്നും ഒപ്പിട്ടിട്ടില്ല എന്നാണ്, എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നാണ്. അപ്പം മുഖ്യമന്ത്രിയുടെ കുടുംബം കേന്ദ്രീകരിച്ച് അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്തുണ്ടാകുന്നു, ഡോളർ കടത്തുണ്ടാകുന്നു, അതിനുശേഷം മാസപ്പടി ഉണ്ടാകുന്നു, AI ക്യാമറ വിവാദമുണ്ടാകുന്നു, K-ഫോൺ വിവാദമുണ്ടാകുന്നു. ഈ വിവാദങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്, മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ കമ്പനി, ഈ കമ്പനികളാണ് ഏറ്റവും അവസാനം ഈ പറയുന്ന ഉപകരാറുകളെല്ലാം ഏറ്റെടുത്ത് ഏറ്റവും അവസാനം അതിൻ്റെ ലാഭവിഹിതം മുഴുവൻ സർക്കാരിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലാഭവിഹിതം ഈ കമ്പനികൾക്കാണ്. 1 രൂപ പോലും മുതൽ മുടക്കാതെ ഈ കമ്പനികൾക്കാണ് ലഭിക്കുന്നത്. എല്ലാ അഴിമതികളുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1 വർഷക്കാലത്തിലധികം ജയിലിലായിരുന്നു. ഈ ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു. അപ്പം സ്വർണ്ണക്കള്ളക്കടത്തും ലൈഫ് മിഷനും ഉൾപ്പെടെയുള്ള സന്ദീപും സരിത്തും സ്വപ്ന സുരേഷും ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വീടും ഓഫീസും കേന്ദ്രീകരിച്ച് നടത്തുന്ന അഴിമതികൾ, ഇതെല്ലാം ജനം ഇന്ന് യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുകയാണ്. അത് എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് നടപ്പിലാകാൻ പോകുന്നില്ല. അതൊക്കെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഈ ലോക്സഭാ ഇലക്ഷന് മുമ്പ് മുന്നോടിയായിട്ട് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർ 4 സീറ്റിലുണ്ടായിരുന്ന CPM അല്ല ഇടതുപക്ഷ മുന്നണി 10 സീറ്റായി വർദ്ധിപ്പിച്ചു. അവരെക്കുറിച്ചുള്ള ആരോപണങ്ങളൊന്നും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത്? അല്ല, അത് പല സാഹചര്യങ്ങളാണ്. ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളുള്ള സ്ഥലങ്ങളാണ്. അതിനു മുമ്പ് നടന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച സ്ഥലങ്ങളുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളെ നമുക്ക് എങ്ങനെയാണ് ഒരു നിയമസഭാ മണ്ഡലങ്ങളുടെ പശ്ചാത്തലത്തിൽ കാണാൻ സാധിക്കുക, ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കാണാൻ സാധിക്കുക? അത് ശരിയല്ല. ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരിയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM ജയിക്കാനുണ്ടായതിന് ഒരു പ്രത്യേക സാഹചര്യമാണ്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ളൊരു വിഷയം ആസ്പദമാക്കിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ആ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ CPMന് ആളുകൾ അനുകൂലമായി വോട്ട് ചെയ്തതല്ല. അവിടെ CPMന് അനുകൂലമായി അങ്ങനെ ആ ഒരു രാഷ്ട്രീയ ചർച്ചകളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിവാദങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു പ്രാദേശികമായ ഒരു വാർഡിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ജില്ലാ പഞ്ചായത്തിൽ, ഒരു ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പ്രാദേശികമായി ആ ചർച്ചകൾ, രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നു. പഞ്ചായത്തിൽ എങ്ങനെയാണ് നടക്കുക? അപ്പോൾ അതൊന്നും ഇപ്പോൾ 2-3 സീറ്റ് കൂടുതൽ ജയിച്ചത് കൊണ്ട് അത് ഈ സർക്കാരിനുള്ള അംഗീകാരമാണ്, അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരായി UDF ഉയർത്തുന്ന ആരോപണങ്ങൾ ജനങ്ങൾ ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നൊന്നും പറയാൻ സാധിക്കില്ല. 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായി കേരളത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷം. ഒന്ന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് 25,000 വോട്ടിനാണ് ഐക്യജനാധിപത്യ മുന്നണി ഉമാ തോമസ് ജയിച്ചത്. താങ്കളുടെ DCCയുടെ കീഴിലാണ് ആ ഇലക്ഷൻ നടന്നത്. തീർച്ചയായിട്ടും ഞാൻ DCC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും, 20 മന്ത്രിമാരും, മുഴുവൻ MLA മാരും MP മാരും, മുഴുവൻ CPMന്റെ നേതാക്കന്മാരും ഇടതുമുന്നണിയുടെ നേതാക്കന്മാരും 1 മാസക്കാലം തൃക്കാക്കരയിൽ തമ്പടിച്ച് നടത്തിയ പ്രവർത്തനമാണ്. ആ പ്രവർത്തനമാണ് 25,000 മുഖ്യമന്ത്രിയായി തുടർഭരണം കിട്ടി 1ാമത്തെ വർഷം കഴിഞ്ഞതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിനാണ് ജയിച്ചത്. അതിന് മുമ്പ് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ PT ജയിച്ചത് 13,000 വോട്ടിനാണ്. 25,000 വോട്ടിനാണ് ഉമാ തോമസ് വിജയിച്ചത്. താങ്കൾ തന്നെ പറഞ്ഞിരുന്നു ഡബിൾ വോട്ടിന് ഞങ്ങൾ ജയിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ആത്മവിശ്വാസം താങ്കൾ ഇലക്ഷൻ റിസൾട്ടിലും ഉണ്ടായി. തീർച്ചയായിട്ടും. കാരണം
തൃക്കാക്കര പോലുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ UDFന്റെ കാലഘട്ടങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല. മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ വന്ന് KV തോമസിനെ കൂട്ടുപിടിച്ച് അത്രയും കാലഘട്ടം 40 വർഷക്കാലം ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടുവന്ന് നേതാവാക്കിയ പാർലമെന്റ് മെമ്പറും കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും MLAയും ഒക്കെ ആക്കിയ രാഷ്ട്രീയ നേതാവുമാക്കിയ KV തോമസിനെ കൂട്ടുപിടിച്ചിട്ട് കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് കേരളയിലും വാട്ടർ മെട്രോയും അതുപോലെ തന്നെ മെട്രോ റെയിലും ഇത്രയധികം സംവിധാനം തൃക്കാക്കരയിൽ വരുമെന്ന് പറഞ്ഞിട്ട് തൃക്കാക്കരയുടെ പരിച്ഛേദമെന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇൻഫോ പാർക്കും അല്ലെങ്കിൽ കളക്ടറേറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകൾ വോട്ട് ചെയ്തു ഇല്ലല്ലോ. അതിനുശേഷം പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്, ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മന് 37,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. 5 ഭൂരിപക്ഷമാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളല്ലേ നമ്മൾ ആസ്പദമാക്കി ഒരു സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തേണ്ടത്. താങ്കൾ പറഞ്ഞു വരുന്നത് ഈ ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ വൻ വിജയം UDF നേടും എന്നാണോ പറയുന്നത് താങ്കൾ? ഉറപ്പായിട്ടും 20 സീറ്റിൽ ജയിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. എറണാകുളത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 സീറ്റ് LDF ആണ് നേടിയിരുന്നത്. ആ സീറ്റിലും എന്താണ് പ്രതീക്ഷയുള്ളത്? എറണാകുളത്തെ 14 നിയോജക മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഗണ്യമായ ലീഡ് ഉണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടിയ എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കിട്ടിയിരുന്നു. അപ്പൊ അതേ സംഭവം ഇപ്രാവശ്യം ആവർത്തിക്കുമോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കാൾ കൂടുതൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കോൺഗ്രസിനും UDFനും ലഭിക്കുന്നത്. ആ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള വോട്ടർമാർ, സമൂഹത്തിൻ്റെ മധ്യനിരയിലുള്ള ആളുകൾ, സമൂഹത്തിൽ ഏറ്റവും ക്ലാസ് മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ, ഈ 3 വിഭാഗം ജനങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരുക്കിയ ഇരു സർക്കാരുകൾക്കും എതിരായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം ഉണ്ടാകും. ജനങ്ങൾ എല്ലാവരും അത് പറയുന്നുണ്ട്. ഞങ്ങൾ ഓരോ വിഭാഗം ആളുകളെ കാണുമ്പോഴും പറയുന്നുണ്ട്. എല്ലാ വിഭാഗം ആളുകൾക്കെതിരായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി സർക്കാർ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അത് അത്തരത്തിലാണ് എന്ന് ആളുകൾ പറയുള്ളൂ. അത് തള്ളിക്കളയാൻ പറ്റില്ല. ആ രീതിയിലാണ് സർക്കാർ ഇടപെടുന്നത്. ആർക്ക് ഏത് സാഹചര്യമാണ് അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്? ഈ 8 വർഷക്കാലത്തെ ഞങ്ങളുടെ വികസന പദ്ധതികൾ ഇതാ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് പറയാൻ എന്ത് വികസന പദ്ധതിയാണ് പിണറായി വിജയന്റെ സർക്കാരിനുള്ളത്? ഈ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഉണ്ടായിരുന്ന പ്രത്യേകത, ഇലക്ഷൻ പ്രഖ്യാപിച്ച മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ നമ്മളെ ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല, പക്ഷേ CPM നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എറണാകുളം ജില്ലയിലടക്കം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പിന്നോട്ട് പോയത്? അല്ല, കോൺഗ്രസിൻ്റെ ഒരു ജാഥ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ നടക്കുകയാണ്. KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവാണ് ജാഥ നയിക്കുന്നത്. ജാഥ നാളെ ഫെബ്രുവരി 29 നാളെ തിരുവനന്തപുരത്ത് അവസാനിക്കുകയാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമായി സ്ക്രീനിങ് കമ്മിറ്റിയും അതിൻ്റെ ചർച്ചകളും കഴിഞ്ഞു. UDFന്റെ സീറ്റ് വിഭജനം ഇതിനിടയിൽ പൂർത്തിയാക്കി. കുട്ടി ആഘോഷിച്ചതുപോലെ ലീഗ് എന്തോ വലിയ രീതിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, അല്ലെങ്കിൽ ലീഗിന് വലിയ അതൃപ്തിയാണ്, UDFനകത്ത് അസംതൃപ്തിയാണ് എന്ന് പറഞ്ഞതെല്ലാം ഇന്നില്ലാതായിരിക്കുന്നു. അപ്പം UDF ഒറ്റക്കെട്ടാണ്. UDF വലിയ ഐക്യത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്കിടയിൽ പറഞ്ഞു തീർത്താനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ തീർത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് പരസ്പരമുള്ള ധാരണ പ്രകാരം മത്സരിക്കാവുന്ന സ്ഥാനാർത്ഥിമാരെയും ഏകദേശം ഒരു ധാരണയിലാണ്. ആ ധാരണ 2 ദിവസക്കാലം കൊണ്ട് UDFും ഐക്യജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിക്കും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് എത്രയോ ദിവസക്കാലം മുമ്പാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിമാർ വന്നത്. അന്ന് ആ സ്ഥാനാർത്ഥിമാരെ കുറിച്ചിട്ട് വായുതോരാതെയുള്ള ചർച്ചകളായിരുന്നു കേരളത്തിലെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും നടത്തിയത്. അതിനുശേഷമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാർ വന്നത്. എന്നിട്ടും 19 സീറ്റിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു. സ്ഥാനാർത്ഥിമാർ വരിക എന്നുള്ളതല്ല, നിലവിലുള്ള സ്ഥാനാർത്ഥിമാർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയും അവർ നേതൃത്വം കൊടുക്കുന്ന ഭരണവും എന്താണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കുക. അവർ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, സംസാരിക്കുന്നത്. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഈ സമരാഗ്നിയിലൂടെ, നാളെ തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന സമരാഗ്നിയിലൂടെ ഞങ്ങൾ പറഞ്ഞു വച്ചിട്ടുള്ളത്. അതിന് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് നാളെ സമരാഗ്നി അവസാനിച്ചാൽ അടുത്ത 2 ദിവസക്കാലം കൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഴുവൻ സ്ഥാനാർത്ഥിമാരെയും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. CPM-ൻ്റെ പ്രൊസീജിയർ അല്ല. CPM-ന് കേരളത്തിൽ കൂടിയാൽ കേന്ദ്ര കമ്മിറ്റി ഉണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്, പോളിറ്റ് ബ്യൂറോ ഉണ്ട്. അതല്ല കോൺഗ്രസിൻ്റെത്. കോൺഗ്രസിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്, കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് സമിതി ഉണ്ട്, അതിന് മുകളിൽ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്, അതിന് മേളിൽ ഹൈക്കമാൻഡ് ഉണ്ട്. ഹൈക്കമാൻഡ് കൂടി ആലോചിച്ചാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിമാരെ മത്സരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ഈ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് ഇപ്പോൾ അവസാനം തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ 2 അക്ക സംഖ്യ പൂർത്തീകരിക്കുന്നതാണ്. എറണാകുളത്ത് അവർ ഏതെങ്കിലും സീറ്റുകൾ അട്ടിമറിച്ച് നേടുമോ? എറണാകുളം ജില്ലയിൽ കേരളത്തിൽ 20 സീറ്റാണ്. ആ 20 സീറ്റിലെ 2 അക്ക സംഖ്യ എന്ന് പറയുന്നത് 2ാമത്തെ അക്കത്തിലുള്ള സംഖ്യയായിരിക്കും. 20-ലെ അതായിരിക്കും കേരളത്തിൽ BJP നേടാൻ പോകുന്നത്. വട്ടപൂജ്യമായിരിക്കും, ഒരു സംശയവും വേണ്ട. അങ്ങനെ വിദ്വേഷം പരത്തുന്ന, വർഗീയതയുണ്ടാക്കുന്ന, ആളുകളുടെ മനസ്സിൽ വിദ്വേഷത്തിൻ്റെ കനൽ പാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇടം നൽകാത്ത മതേതര മനസ്സുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. ആ ജനങ്ങളുടെ മുമ്പിൽ എന്ത് കോപ്രായം കാണിച്ചാലും, എന്ത് അഭ്യാസ പ്രകടനം കാണിച്ചാലും, ആരെ കൊണ്ടുവന്ന് മത്സരിച്ചാലും RSSും സംഘപരിവാറും നേതൃത്വം നൽകുന്ന ഈ രാഷ്ട്രീയത്തെ കേരളത്തിൻ്റെ മണ്ണിൽ ഇതുവരെ കേരളത്തിലെ ജനങ്ങൾ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട്. അതുതന്നെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഇലക്ഷനിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു കോട്ടയത്ത്. അത് പിറവം നിയോജകമണ്ഡലത്തിൽ പെടുന്നതാണ്, എറണാകുളത്തെ. ഇനി ബാക്കി 3 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് ഹൈബിയിടാനായിരുന്നു കഴിഞ്ഞ ശേഷം, 2 ബെന്നി ബെഹനാനായിരുന്നു, 3 ഡീൻ കുര്യാക്കോസ് ആയിരുന്നു. അവർ തന്നെ ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥികൾ? അല്ല, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു ധാരണ അനുസരിച്ച് സിറ്റിംഗ് MP-മാർ മത്സരിക്കട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. അതുതന്നെയായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും സ്ക്രീനിങ് കമ്മിറ്റിയും ഹൈക്കമാൻഡും തീരുമാനിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ അടുത്ത കാലത്ത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ MLA ആയ മന്ത്രിയുമായ രാജീവിനെതിരെയായിട്ട് വലിയൊരു ആരോപണം വരികയുണ്ടായി. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹവും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് യാതൊരു തരത്തിലും കോൺഗ്രസ് പ്രതികരിച്ചോ അല്ലെങ്കിൽ അതിനെതിരെ സമരം നടത്തിയതോ കണ്ടില്ല. രാജീവിനെതിരായി ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തി. രാജീവിനെതിരായി ഞാൻ തന്നെ ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. കളമശ്ശേരിയും എറണാകുളത്തും ഉൾപ്പെടെ നിരവധി സമരങ്ങൾ രാജീവിനെതിരെ നടത്തി. രാജീവിൻ്റെ ഓഫീസിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് നടത്തിയിരുന്നു. കരുവന്നൂരിൽ എറണാകുളത്ത് താമസിക്കുന്ന ഒരാൾക്ക് വേണ്ടി രാജീവ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പ്രത്യേക സമ്മർദ്ദം ചെലുത്തി അദ്ദേഹത്തിന് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ലോൺ അനുവദിക്കാനുള്ള നടപടി സ്വീകരിച്ചു എന്ന് അന്ന് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരാൾ കൊടുത്ത, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു മൊഴിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു റൂറൽ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബാങ്കിൽ എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ആ ബാങ്കിൻ്റെ അധികാര പരിധിയിൽ പെടാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ലോൺ കിട്ടുക? ആ ലോൺ കിട്ടാൻ സാധ്യത ഉണ്ടാക്കിയത് CPM ജില്ലാ സെക്രട്ടറിയായ രാജീവ് ഇടപെട്ടത് കൊണ്ടാണ്. അപ്പോൾ പാർട്ടി ഇടപെട്ട് ആർക്ക് വേണമെങ്കിലും ലോൺ ലഭിക്കും, ആർക്ക് വേണമെങ്കിലും കൊള്ള ചെയ്യാം. അതിന് ഒരു നിയന്ത്രണവുമില്ല. അത് എറണാകുളത്തിരുന്ന് രാജീവിന് ചെയ്യാം, തൃശ്ശൂരിരുന്ന് AC മൊയ്തീന് എറണാകുളത്തെ ഏതെങ്കിലും ബാങ്കിൽ ചെയ്യാം എന്നുള്ള തരത്തിലേക്ക് മാറിയാൽ കേരളത്തിലെ സഹകരണ മേഖല എവിടെ ചെന്ന് നിൽക്കും? കേരളത്തിലെ സഹകരണ മേഖല ഇതുപോലെ തകർത്ത ഒരു പാർട്ടിയും ഒരു മുന്നണിയുമാണ് കേരളത്തിലെ CPM ഇടതു മുന്നണിയും. ഈ കരുവന്നൂർ ബാങ്കിലെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന സംസ്ഥാന തലത്തിൽ നടന്ന അന്വേഷണങ്ങളെല്ലാം പാർട്ടി എഴുതി കൊടുത്തുണ്ടാക്കിയ റിപ്പോർട്ടുകളാണ് ഈ അന്വേഷണ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. വിജിലൻസിൻ്റെ ആയിക്കോട്ടെ, ക്രൈംബ്രാഞ്ചിൻ്റെ ആയിക്കോട്ടെ. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നതിന് ശേഷമാണ് ഈ പ്രതികളാക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇന്നിന്ന ആളുകളാണ് പ്രതികളാണ്, ഇവരാണ് പണം കൊള്ള ചെയ്തു കൊണ്ടുപോയത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ്, സാധാരണക്കാരാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്, വേർത്ത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്, അവരുടെ വേർപ്പിൻ്റെ ഫലമാണത്. ആ പണമാണ് എടുത്തുകൊണ്ടുപോയി ഇതുപോലെ ദുരുപയോഗം ചെയ്ത്. എങ്ങനെയാണ് രാജീവിന് ഇതൊക്കെ സമ്മതിക്കാം? രാജീവിനെ പോലെയുള്ള ആളുകൾ പണം കട്ടുകൊണ്ടുപോയി ഒരു പാർട്ടി പ്രവർത്തകനായിട്ടുള്ള പാർട്ടി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളെ ഏറ്റവും അവസാനം ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ദയാവധത്തിന് ഹർജി നൽകിയില്ലേ? അസുഖബാധിതനായി 80 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടും ഒരു പൈസ പോലും അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നുള്ളതാണ്. ദയാവധത്തിന് ഹർജി നൽകി. പാർട്ടി കുടുംബമാണ്. EMS താമസിച്ച വീടാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഒളിവിൽ താമസിച്ച വീടാണ് EMS ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഒളിവിൽ താമസിച്ച വീടാണ്. അവരോട് പോലും ഒരു കരുണയില്ലാതെ, മനസാക്ഷിയില്ലാതെ പെരുമാറിയ രാജീവിനെ പോലെയുള്ള ആളുകൾ ഏത് പാർട്ടി പ്രവർത്തകർ ആരെയാണ് സംരക്ഷിക്കുന്നത്? പണം കിട്ടിയാൽ എന്തും ചെയ്യും, ആരെയും സംരക്ഷിക്കും. പണമാണ് ഇവരുടെ എല്ലാം മുഖ്യം.
പണമില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള തരത്തിലേക്കാണ് CPM നേതാക്കന്മാരുടെ ഇന്നത്തെ പോക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ സുപ്രധാന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് എത്രമാത്രം ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കും? TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞ് 12 വർഷക്കാലം കഴിഞ്ഞെങ്കിലും ആ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും അതിന് ഗൂഢാലോചന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളും ഇന്നും സംരക്ഷണയോടുകൂടി കഴിയുകയാണ്. അവരൊന്നും അവരുടെ അടുത്തേക്കൊന്നും ഒരു അന്വേഷണ ഏജൻസികളും എത്തിയിട്ടില്ല. കൊല്ലപ്പെട്ട ചന്ദ്രശേഖരന് അടുത്ത് ചെന്ന ആളുകൾ മാത്രമാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അവർ പറഞ്ഞു വിട്ട ആളുകൾ പിടിക്കപ്പെട്ടിട്ടില്ല. അതിലേക്ക് അന്വേഷണം പോകണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിരൂക്ഷമായിട്ടാണ്, യാതൊരു ദയയും അർഹിക്കാത്ത ആളുകളാണ് ഈ പ്രതികളെന്നാണ് പറഞ്ഞത്. ഇരട്ട ജീവപര്യന്തമാണ് നൽകിയത്. ഈ ഇരട്ട ജീവപര്യന്തം നൽകുമ്പോൾ കോടതി പോലും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും കേരളത്തിലെ സർക്കാരിനോ ഇവരെ സംരക്ഷിക്കുന്ന CPM നേതാക്കന്മാരുടെ മനസ്സിലോ യാതൊരു തരത്തിലുള്ള ചാഞ്ചല്യവും ഉണ്ടായിട്ടില്ല. കുഞ്ഞനന്തനെ പോലുള്ള ആളുകൾ മരണപ്പെട്ടത് തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണം ആ കുടുംബവും അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഉയർത്തിയിരിക്കുകയാണ്. കുഞ്ഞനന്തനെ പോലുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ചട്ടം കെട്ടി പാർട്ടിയുടെ നേതാവാക്കി ആളുകളെ കൊല്ലാൻ ആരാച്ചാരാക്കി വിടുന്ന കുഞ്ഞനന്തനെ പോലുള്ള ആളുകളെ സൃഷ്ടിച്ച പാർട്ടിയാണ് കേരളത്തിലെ CPM. അവർക്ക് സംരക്ഷണം കൊടുത്തതും കേരളത്തിലെ CPM ആണ്. കൊടിസുനിയും മുഹമ്മദ് ഷാഫിയെ പോലെയുള്ള ആളുകൾക്ക് മുഴുവൻ സംരക്ഷണവും കൊടുത്തതും കേരളത്തിലെ CPM ആണ്. ഈ കൊലയാളികളെ മുഴുവൻ സംരക്ഷണം കൊടുത്ത് പറഞ്ഞു വിട്ട് അവരെ കൊണ്ട് കൊല ചെയ്യിച്ച് ആ കുടുംബങ്ങൾക്ക് പാർട്ടി സംരക്ഷണവും ജോലിയും എല്ലാം ഉറപ്പ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അത് നീതീകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുക? ആ പാർട്ടിയാണെന്ന് കേരളം ഭരിക്കുന്നത്. ഷുക്കൂറും അതുപോലെ ഷുഹൈബും കൃപേഷും ശരത്ലാലിനെ പോലെയുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരെ, ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവരെ, ഞങ്ങളുടെ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ചെറുപ്പക്കാരെ, കുടുംബത്തിൻ്റെ നാടിൻ്റെയും പ്രതീക്ഷയായിരുന്നവരെ ഒരു മനസാക്ഷിയുമില്ലാതെ വെട്ടിക്കൊന്നവരാണ്. അവർ പ്രതിയാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്നാണ് കോടിക്കണക്കിന് രൂപ അവരെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകരെ കൊണ്ടുവന്ന് കോടതിയിൽ വാദിക്കാനായി ഈ സർക്കാർ ചെലവ് ചെയ്തത്. ഇവരെ ഞങ്ങൾ വെറുതെ വിടില്ല, ഒരു സംശയവും വേണ്ട. ഇവരെ ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല. നിയമപരമായി അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ തണലിൽ ഇവർക്ക് സംരക്ഷണം ലഭിക്കുമെങ്കിലും ഏറ്റവും അവസാനം ദൈവം എന്നൊരാൾ മേളിലുണ്ട്. ഇതൊക്കെ ഇവർ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും ഞങ്ങൾ നേരിടും, ഒരു സംശയവും വേണ്ട. ഇത്തരത്തിലുള്ള ഈ കൊലയാളികളും ഈ മനസാക്ഷിയില്ലാത്ത ഈ മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരും കേരളത്തിലെ രാഷ്ട്രീയത്തിനും കേരളത്തിലെ പൊതുസമൂഹത്തിനും ശാപമാണ്, ആപത്താണ് എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ DCC പ്രസിഡന്റാണ് താങ്കൾ. ഏറ്റവും ശക്തിയുള്ള കോൺഗ്രസ് ഏറ്റവും ശക്തിയുള്ള സ്ഥലം എന്ന് പറയുന്നത് എറണാകുളമാണ്. താങ്കളുടെ നിഗമനത്തിൽ കേരളത്തിൽ ഇത്തവണത്തെ ഇലക്ഷനിൽ UDFന് എത്ര സീറ്റ് കിട്ടും, LDFന് എത്ര കിട്ടും, BJP എത്ര കിട്ടും? 20ൽ 20 സീറ്റും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനമാണ് ഞങ്ങൾ നടത്തുന്നത്. 20 സീറ്റും ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് ഉണ്ടായിരുന്നു. ആലപ്പുഴ ഞങ്ങൾക്ക് കൈവിട്ടുപോയി. ആലപ്പുഴയും കൂടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. ആ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേന്ദ്രത്തിൽ BJPക്കും സംഘപരിവാറിനുമെതിരായി രാജ്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കോൺഗ്രസിനോടും രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭാരത് ജോഡോ യാത്രയ്ക്കും ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കും ഇപ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ കോൺഗ്രസ് കുറെ കൂടി ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ 20ൽ 20 സീറ്റും കോൺഗ്രസിന് ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതായത് CPMനോ LDFനോ സീറ്റ് കിട്ടില്ല, BJP സീറ്റ് കിട്ടില്ല എന്നാണ് അങ്ങ് പറയുന്നത്. സെക്കൻഡ്, തെക്കേ ഇന്ത്യയിൽ ആര് വിജയിക്കും? തെക്കേ ഇന്ത്യയിൽ BJPക്ക് യാതൊരു സ്പേസും ഇല്ല. ഇപ്പോൾ ആന്ധ്രയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും കർണാടകയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല. കർണാടകയിലാണ് പിന്നെ BJPക്ക് കുറച്ചും കൂടി ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത്, കുറച്ച് സീറ്റെങ്കിലും ലഭിക്കാൻ. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സിദ്ധാരാമയ്യയും DK ശിവകുമാറും ഉൾപ്പെടെയുള്ള ആളുകളുടെ കഠിനാധ്വാനത്തിലൂടെ വിജയിച്ച ഒരു വലിയ നേട്ടമുണ്ട്. ആ നേട്ടത്തിന് അധിക സമയമൊന്നും ആയിട്ടില്ല. അത് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അതിനപ്പുറത്ത് തെക്കേ ഇന്ത്യയിൽ നിന്ന് അങ്ങനെ BJPക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാവുന്ന വോട്ടുകളോ
അങ്ങനെ വാങ്ങാൻ കഴിയാവുന്ന MP-മാരൊന്നും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ആർക്ക് അടുത്ത പ്രാവശ്യം ഭരണം കിട്ടും? ഇന്ത്യയിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് തരത്തിലാണ്, ഒന്ന് തെക്കേ ഇന്ത്യയിലും ഒന്ന് വടക്കേ ഇന്ത്യയിലും നടത്തുന്നത്. വടക്കേ ഇന്ത്യയിൽ ശക്തമായ രീതിയിൽ ആം ആദ്മി പാർട്ടിയുമായും, ഇപ്പോൾ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായും, അതുപോലെ തന്നെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായും ഒക്കെ വലിയ സഖ്യം, പ്രത്യേകിച്ചും കേരളത്തിൽ മാത്രമാണ് CPM ഞങ്ങളുടെ സഖ്യത്തിലില്ലാത്തത്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം CPM ഉൾപ്പെടെയുള്ള CPI ഉൾപ്പെടെയുള്ള സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. അവർ പോലും അപ്പോൾ ആരെ നമ്മൾ ഈ മതേതരവാദികളായി ജനാധിപത്യവാദികളായി നിലകൊള്ളുന്ന പാർട്ടികളുമായി സഖ്യം കൂടി അവിടെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ നരേന്ദ്രമോദിയുടെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്, പ്രത്യേകിച്ചും ഇന്ന് കർഷകരുടെ ആത്മഹത്യയുടെ വിളനിലമായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. ആ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ രാജ്യത്തെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ്. അതിന് ഞങ്ങളെല്ലാവരെയും കൂട്ടുപിടിക്കും. ദുർബലമായ പാർട്ടികളെ പോലും കൂട്ടുപിടിച്ച് ഒരു വോട്ട് പോലും ചോർന്നു പോകാതെ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ശ്രീ മല്ലികാർജുൻ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന കഠിനാധ്വാനത്തിന് ഒരു വലിയ റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ച് വിലപ്പെട്ട ഒരു ഇൻ്റർവ്യൂ തന്ന എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്. പിണറായി വിജയൻ പോലും പേടിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തോട് ഈ അവസരത്തിൽ നന്ദി, നമസ്കാരം.